فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين صدق الله مولانا العلي العظيم قال رسول الله صلى الله عليه وسلم من ابتلي بشيء من البنات فصبر عليهن كن له حجابا من النار. സ്നേഹാദരവുകളുള്ള നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൻ്റെ അധ്യക്ഷൻ അച്ചമ്പാട്ട് ബാവ ഹാജി അവർകളെ, ചടങ്ങിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഭിവന്ദനായ സയ്യിദ് യഹിയ ജമലുൽ തങ്ങൾ അവർകളെ, നമ്മുടെ ഈ വേദിയിൽ ആസനസ്ഥരായിട്ടുള്ള ബഹുമാനപ്പെട്ട കോയ ഹാജി മർസൂഖ് തങ്ങൾ, സുബൈർ, അതുപോലെ തന്നെ ഇല്യാസ് ദാരിമി, നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നതിന് സംഘാടകരായ പ്രിയപ്പെട്ട നേതാക്കൾ, ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സംഘടിപ്പിച്ച കച്ചേരിക്കുന്ന് ശാഖ SKSFിൻ്റെ നേതാക്കൾക്കും സംഘടിച്ച നമുക്കും രണ്ട് വീട്ടിലും ഉപകരിക്കുന്ന ഖൈറായൊരു അമലായി ഇതിനെ മാറ്റിത്തരുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ എല്ലാവരെയും നിൻ്റെ സ്വർഗലോകത്തിൽ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഈ പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് ഗുണകരമായി സാക്ഷിയാക്കി നീ നിർത്തിത്തരണേ തമ്പുരാനെ. പൂർവകാലത്ത് ഞങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നിൻ്റെ മഹദ് ഫദല് കൊണ്ടും റമദാൻ്റെ ബർക്കത്ത് കൊണ്ടും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് ചെയ്തു തരണേ തമ്പുരാനെ. ഒരുപാട് രോഗികളും പ്രയാസമുള്ളവരും ബുദ്ധിമുട്ടുള്ളവരും പല പല കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുവാൻ വേണ്ടി അഭ്യർത്ഥിച്ചത് മനസ്സിൽ ഓർമ്മ വരികയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. ഇതുപോലെ സ്വർഗത്തിലും ഒന്നിച്ചിരുന്നു കൊണ്ട് സന്തോഷിക്കുന്ന സജ്ജനങ്ങളിൽ റബ്ബ് തആല നമ്മളെ ചേർത്തി തരുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ പ്രിയപ്പെട്ട SKSFിൻ്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ നിങ്ങളോടൊത്തൊരല്പസമയം പങ്കുവെക്കാൻ പടച്ചറബ് അവസരം തന്നിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാണോ ഇത് എന്ന് നമുക്കൊന്നും അറിയില്ല. ഇനി ഒരു റമദാനെ സ്വാഗതം ചെയ്യാൻ നമുക്ക് ദീർഘായുസ് കിട്ടുമോ എന്നും അറിയില്ല. റബ്ബ് തആല ഇനിയും റമദാനുകളെ സ്വീകരിച്ചുകൊണ്ട് പുണ്യം നേടുന്ന ദീർഘായുസുള്ളവരിൽ നമ്മളെ പെടുത്തി തരുമാറാവട്ടെ. ഞാൻ ആമുഖങ്ങളൊന്നും ദീർഘിപ്പിക്കുന്നില്ല. കാരണം പരിശുദ്ധ റമദാനായതുകൊണ്ട് പ്രത്യേകിച്ചും ജമാഅത്ത് നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഉത്ബോധനമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. 12:30 മണിക്കൊക്കെ ബാങ്ക് കൊടുക്കും. അതുകൊണ്ട് ബാങ്ക് കൊടുക്കുമ്പോൾ അവസാനിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു വിഷയാവതരണം മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അല്പം കൂടി നേരത്തെ വരാൻ തയ്യാറായിരുന്നു. പക്ഷേ നമ്മുടെ സംഘാടകർ പറഞ്ഞു 10:30 മണിക്ക് ശേഷം എത്തിയാൽ മതി. അത് അവരുടെ കുറ്റമല്ല, എന്നാൽ നിങ്ങളുടെ കുറ്റമാണോ? കുറ്റം എന്ന് പറഞ്ഞുകൂടാ. നമ്മുടെ പ്രകൃതി അങ്ങനെയാണ്. നമ്മളൊരിക്കലും സമയത്തിൻ്റെ നിഷ്ഠ പാലിക്കാറില്ല. ഏറ്റവും കൂടുതൽ സമയനിഷ്ഠ പാലിക്കേണ്ട കൗമും നമ്മൾ തന്നെയാണ്. നോമ്പ് തുറക്കാനും നോമ്പ് ആരംഭിക്കാനും ഒക്കെ ഒരു സമയമുണ്ട്, നിസ്കാരത്തിനും ഒരു സമയമുണ്ട്. പക്ഷേ നമ്മളൊരിക്കലും സമയത്തിൻ്റെ ക്ലിപ്തതയും അതിൻ്റെ വിലയും മനസ്സിലാക്കാറില്ല എന്നതാണ്. ഞാൻ അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആമുഖം ദീർഘിപ്പിക്കുന്നില്ല. എന്നോട് പറഞ്ഞത്, സംഘാടകരൊരു വിഷയം വേണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും റമദാനെക്കുറിച്ച് പറയും, റമദാനിലെ തഖ്വയെക്കുറിച്ച് പറയും, റമദാൻ അനുഷ്ഠാന കർമ്മങ്ങളെക്കുറിച്ചൊക്കെ പറയും. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിഷയമായിക്കോട്ടെ എന്ന് കരുതി അവർ തിരഞ്ഞെടുത്തത് മാതൃകാ മഹിളകൾ എന്ന വിഷയമാണ്. മുസ്ലിം ഉമ്മത്തിൻ്റെ പൂർവ്വഗാമികളായ സഹോദരിമാരുടെ കൂട്ടത്തിൽ ഇസ്ലാമിക ഉമ്മത്തിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ച ഒരുപാട് സഹോദരിമാരുടെ ചരിത്രങ്ങൾ ദീനിലുണ്ട്. നമ്മളത് പരതുന്നതും പഠിക്കുന്നതും എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളെ വളർത്തലും വലുതാക്കലും വലിയൊരു ഭീഷണിയായി നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. പഴയകാല അറബികളുടെ സ്വഭാവം പോലെ പെൺകുട്ടികൾ ജനിച്ചാൽ തന്നെ മനസ്സിനൊരു വെറുപ്പുള്ള സംഗതിയാണിപ്പോൾ. വിവാഹം കഴിച്ച ഒരു പുരുഷൻ ആദ്യം ഒരു പെൺകുട്ടി പറന്നു സഹിക്കും,
പിന്നെയും പെൺകുട്ടി പിറന്നു, പിന്നെയും പെൺകുട്ടിയാണ് പിറന്നതെങ്കിൽ അവൻ്റെ മുഖം വാടും. ആ ഒരു ഗതിയിലേക്ക് ഇന്ന് നമ്മുടെ സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പക്ഷെ പെൺകുട്ടികൾക്ക് ശരിക്കും നമ്മൾ ദീൻ പഠിപ്പിച്ചു കൊടുത്ത് അവർ ഉയർത്തിക്കൊണ്ടുവന്നാലോ, ആ പിതാവിന് ഈ സംരക്ഷണത്തിൻ്റെ ഫലമായി പടച്ചറബ് കൊടുക്കുന്നത് സ്വർഗമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പൂർവ്വഗാമികളുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അതിലേക്കൊരല്പസമയം നമ്മൾ കേട്ടിരുന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി എന്നതിന് ഒരു മറുപടി വേണമല്ലോ. വെറുതെ നമ്മളൊരു പ്രസംഗം നടത്തി സദസ്സിനെ പറഞ്ഞ് ഇങ്ങനെ ധരിപ്പിച്ചിരുന്ന് തിരിച്ചു പോകുമ്പോൾ എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. എന്താണ് നമ്മൾ ഉൾക്കൊണ്ടത് എന്ന് പിന്നെ നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് നോക്കിയിട്ട് അത് മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന തരത്തിൽ എന്തെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു നാഫിയായ ഇൽമാണ്. മറ്റത് വെറും ശബ്ദം മാത്രമേ ആകൂ. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റു പൊളിവചനങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞ ഈ വിഷയത്തിൻ്റെ മർമ്മത്തിൽ മാത്രം നിന്നുകൊണ്ട് കിതാബുകളിൽ ഉദ്ധരിച്ച താരീഖുകളിൽ വളരെ വ്യക്തമായി അടിത്തറയുള്ള നമ്മുടെ മഹത്തായ ദീനീ സംസ്കാരം ഉൾക്കൊണ്ട സഹോദരിമാരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്കൊരുപാട് പഠിക്കാനുണ്ട് എന്ന ചിന്ത പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പടച്ചറബ് തൗഫീഖ് തരുമാറാവട്ടെ. ഇസ്ലാമിക ഉമ്മത്തിൻ്റെ ഉമ്മമാരെന്ന് പറയുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയെ വിവാഹം കഴിച്ചതു തന്നെ ഇൽമിൻ്റെ ഒരൊറ്റ ഉദ്ദേശത്തിനാണ്. ഒരു കൊച്ചുകുട്ടിയെ നബി തങ്ങൾ തൻ്റെ ജീവിത സഖിയാക്കി സ്വീകരിക്കുമ്പോൾ ഒരു സ്ത്രീ ലംബടത്വമല്ല നമ്മളതിൽ കാണേണ്ടത്. 25 വയസ്സ് തനിക്കുള്ളപ്പോൾ 15 വയസ്സ് തന്നെക്കാൾ കൂടുതലുള്ള 40 വയസ്സുള്ള ഒരു പെണ്ണിനെ, 2 ഭർത്താക്കന്മാരെ കൂടെ ജീവിച്ച് കുട്ടികളുള്ള ഒരു പെണ്ണിനെ നബി തങ്ങൾ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നുവെങ്കിൽ ആ ബന്ധം അവസാനിച്ച ഖദീജ ബീവി മരണപ്പെട്ടു പോകുന്നത് വരെ വേറെ ഒരു പെണ്ണിനെക്കുറിച്ച് ചിന്തിച്ചില്ല എങ്കിൽ ഒരു കന്യകയായ പെണ്ണിനെ മാത്രമേ നബി തങ്ങൾ കെട്ടിയിട്ടുള്ളൂ. അത് ആയിഷ ബീവിയാണ്. അത്ര ചെറുപ്രായത്തിൽ എന്തിന് ആയിഷ ബീവിയെ കല്യാണം കഴിച്ചു എന്ന ചോദ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ മറുപടി, നല്ല ബുദ്ധിയും തൻ്റെ ഇടവുമുള്ള ആ പെൺകുട്ടി പരിശുദ്ധ പ്രവാചകരുടെ ജീവിതത്തിൽ ഒപ്പം നിന്ന് നബി തങ്ങളുടെ ജീവിതം മുഴുവൻ ഒപ്പിയെടുത്ത് 2200-ൽ പരം ഹദീത്ത് ഈ ഉമ്മത്തിന് കൊടുത്തു. 2200-ൽ പരം ഹദീത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ് നമ്മുടെ ഈ ഹദീത്ത് എന്ന് പറയുന്ന സംഗതി? അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ നമുക്ക് നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ, നബി തങ്ങൾ ചെയ്യാൻ പറഞ്ഞ കാര്യം ഇന്നത് ചെയ്തോളൂ. പരിശുദ്ധ തിരുദൂതർ നമ്മൾക്ക് നിരോധിച്ച കാര്യങ്ങൾ വേണ്ടാന്ന് പറഞ്ഞത് വേണ്ട. അപ്പം നബി തങ്ങൾ ശരിക്ക് കാണിച്ചു തന്നതും പഠിപ്പിച്ചു തന്നതുമായ കാര്യങ്ങൾ അഫ്ആലുഹു വ അഖ്വാലുഹു വ തഖ്രീറാത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ തിരുദൂതർ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അതിൽ ചെയ്യണം. അതുപോലെ തന്നെ നബി തങ്ങൾ ചെയ്ത് കാണിച്ചത്, പറഞ്ഞതും ചെയ്ത് കാണിച്ചതും പിന്നെ സ്വഹാബത്ത് ചെയ്തപ്പോൾ പ്രോത്സാഹിപ്പിച്ചത് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഈ 3 കാര്യങ്ങളാണ് ശരിക്കും നമുക്ക് സുന്നത്തായി കിട്ടുന്ന സംഗതി. ഒന്ന്, നബി തങ്ങൾ ചെയ്തത്. എല്ലാം നബി തങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. നബി തങ്ങൾ ചെയ്യാത്ത കുറേ സുന്നത്തുകളുണ്ടാകും. അങ്ങനെ പല സുന്നത്തുണ്ട്. ഉദാഹരണം, ബോധം തെളിഞ്ഞാൽ കുളിക്കൽ സുന്നത്താണ്. നബി തങ്ങൾക്ക് അങ്ങനെ അവസ്ഥ വേണ്ട. ഭ്രാന്ത് തെളിഞ്ഞാൽ സുന്നത്താ കുളിക്കൽ. നബി തങ്ങൾ പറഞ്ഞതാ കുളിക്കണം. നബി തങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ടായിട്ട് തെളിഞ്ഞിട്ടൊന്നുമല്ല. അപ്പം നബി തങ്ങൾ ചെയ്യാത്ത കാര്യവും സുന്നത്തിലുണ്ടാവും. അതെന്താ? നിർദ്ദേശിച്ചാൽ മതി. വേറെ ചിലത് സ്വഹാബത്ത് ചെയ്തപ്പോൾ അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയുള്ള പരിശുദ്ധ പ്രവാചകരുടെ ജീവിത പ്രവർത്തനങ്ങൾ, അതിനാണ് സുന്നത്തെന്ന് പറയും. ഇത് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമുക്ക് എല്ലാ സുന്നത്തും കിട്ടാൻ മണിയറയിൽ എങ്ങനെ പെരുമാറണം, ബാത്റൂമിൽ എങ്ങനെ പെരുമാറണം, ഇതൊന്നും ഒരു മനുഷ്യൻ്റേത് മറ്റൊരു മനുഷ്യനെ എത്തി നോക്കാൻ പറ്റൂല. അത് എത്തി നോക്കാൻ പറ്റിയ ഒരാൾ കൂടെ വേണം. അപ്പോഴേ അത് കിട്ടുള്ളൂ. അതാരാ? സ്വന്തം ഭാര്യയ്ക്ക് ഒരു പുരുഷനെ എല്ലാ സ്ഥലത്തും സഹായിക്കാം എന്ന ഇസ്ലാമിൻ്റെ മാനദണ്ഡം വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു പുരുഷൻ്റെ ജീവിതത്തെ മുഴുവൻ ഒപ്പിയെടുക്കാൻ ഒരു ഭാര്യയ്ക്ക് മാത്രമേ കഴിയൂ. മാതാവിനും പിതാവിനും വരെ പരിമിതിയുണ്ട്. ഒരു പുരുഷൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഒപ്പിയെടുക്കാൻ കഴിയുക ശരിക്ക് കൂടെ നിൽക്കുന്ന ഭാര്യയ്ക്കാണ്. ആ ഭാര്യയായി ആയിഷ ബീവി ജീവിച്ചത് കൊണ്ട് 2000-ൽ പരം ഹദീസ് ഈ ഉമ്മത്തിന് കിട്ടി. 2 കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, നബി തങ്ങളെ ശരിക്കും പഠിച്ചിട്ട്. മറ്റൊന്നോ, പരിശുദ്ധ പ്രവാചക ജീവിതകാലത്ത് ഒരുപാട് ആൾക്കാർ വരും ചോദ്യങ്ങൾ ചോദിക്കാൻ. ഒരുപാട് അൻസാരി സ്ത്രീകൾ വരും, പുരുഷന്മാർ വരും. അവരൊക്കെ വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മറുപടി, പെണ്ണുങ്ങളാണെങ്കിൽ ഒപ്പം ഇരുന്നു കൊണ്ടും ആണുങ്ങളാണെങ്കിൽ വിരിക്ക് പുറത്തിരുന്നു കൊണ്ടും ആയിഷ ബീവിക്ക് കേൾക്കാം. അങ്ങനെ കേട്ട് കേട്ട് പഠിച്ച് ഒരുപാട് ഇൽമ് നേടി ഈ ഉമ്മത്തിന് എന്ത് വിഷയം വന്നാലും ആയിഷ ബീവിയോട് ചോദിച്ചാണ് പറഞ്ഞുതരും. ദീൻ എന്താണെന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ ഒരു പെൺകുട്ടിനെ കൊണ്ട് നബി തങ്ങൾ വഴിയുണ്ടാക്കി. ആ വിവാഹം നബി തങ്ങൾ കഴിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത്രയധികം ഇൽമുകൾ ഈ ഉമ്മത്തിന് കിട്ടൂല.
ലോകത്തെ ഏറ്റവും വലിയ ആലിമത്താണ് മഹദി എന്നാണ് പറയുന്നത്. അവർ പെണ്ണിന് നബി തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഈ ഉമ്മത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി ആയിരക്കണക്കിന് ഹദീസുകൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചുകൊണ്ട് ദീൻ എന്താണെന്ന് ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ചരിത്രത്തിൽ മഹദിയെക്കുറിച്ച് എഴുതി വെച്ചത്. നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് ചരിത്രകാരന്മാരെഴുതി, ഇത്രമേൽ ഉമ്മത്തിന് ഇൽമ പഠിപ്പിച്ചു കൊടുത്തൊരു മഹദി ലോകത്ത് വേറെയില്ല. വകാനത്ത് ഉമ്മുന ഫിൽ ഇൽമി ബഹ്റ തഹുല്ലു ലിസായിലിഹൽ മുഷ്കിലാതി. വകാനത്ത് ഉമ്മുന ഫിൽ ഇൽമി ബഹ്റ, നമ്മുടെ ഉമ്മയാകുന്ന ആയിഷ ബീവി ഇൽമിൻ്റെ വിഷയത്തിൽ ബഹ്റായിരുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകരുടെ പ്രിയപ്പെട്ട പത്നി അടിസ്ഥാനപരമായി പരിശുദ്ധ ദീനിൻ്റെ വിഷയത്തിൽ നല്ല ബഹ്റായിരുന്നു, സമുദ്രം പോലെയായിരുന്നു. തഹുല്ലു ലിസായിലിഹൽ മുഷ്കിലാതി. ആര് എന്ത് ചോദ്യങ്ങൾ ചെന്ന് ചോദിച്ചാലും മഹദി കൃത്യമായി അത് ഹല്ല് ചെയ്ത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഹല്ല് ചെയ്യുക എന്ന അറബി പദത്തിനർത്ഥം കെട്ടടിക്കുക എന്നാണ്. ഒരു വിഷയം പ്രതിസന്ധിയായി വരുമ്പോൾ അത് ശരിക്ക് കെട്ടടിച്ചുകൊണ്ട് അവർക്ക് അതിൻ്റെ വസ്തുതകൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. വഅല്ലമഹൻ നബിയ്യു അജല്ല ഇൽമ വകാനത് മിൻ അജല്ലിൽ ആലിമാതി. ചരിത്രകാരന്മാർ കോറിയിട്ട ഈ വാക്കെത്രത്തോളം മനോഹരമാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ വഅല്ലമഹൻ നബിയ്യു, നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അജല്ലായ ഇൽമ മുഴുവൻ, ഇസ്ലാമിക സമൂഹത്തിന് ആവശ്യമായ മുഖ്യ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. വഅല്ലമഹൻ നബിയ്യു അജല്ല ഇൽമ വകാനത് മിൻ അജല്ലിൽ ആലിമാതി. ലോകത്തെ ഏറ്റവും വലിയ ആലിമത്തായ പെണ്ണായി മാറി. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൽമുള്ള മഹദിയായി മാറി. അജല്ലുൽ ആലിമാത്തായി. ഉമ്മത്തിന് ആവശ്യമുള്ളതൊക്കെ സമയത്ത് പറഞ്ഞു കൊടുക്കാൻ, ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഫത്വ കൃത്യമായ ഒരു പണ്ഡിതൻ കൊടുക്കുന്നത് പോലെ, ഒരു ആലിമ കൃത്യമായി പറഞ്ഞു തരുന്നത് പോലെ ഉമ്മത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ യോഗ്യതയുള്ള പെണ്ണായി മാറി. അത്തരം സ്ത്രീകൾ മദീനത്ത് ഒരുപാട് ജീവിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചു, പെൺകുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണം. മൻ കഫല ജാരിയത്തൈൻ, 2 പെൺകുട്ടികളെങ്കിലും ഒരാൾ ശരിക്ക് ഏറ്റെടുത്തുകൊണ്ട് വളർത്തിയാൽ, ആ പെൺകുട്ടികളെ ശരിക്ക് പോറ്റിയാൽ, കുടിച്ചുമൂടി പെണ്ണിനെ അവഗണിക്കുന്ന കാലത്താണ് ഈ പറയുന്നത് എന്നുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കണേ നിങ്ങൾ. പെണ്ണ് പറഞ്ഞാൽ അത് അശുഭ ലക്ഷണമായി ദുശകുനമായി മനസ്സിലാക്കുന്ന കാലത്താണിത് പറയുന്നതെന്ന് കൂടി കേൾക്കണം. ഒരു സ്വാതന്ത്ര്യവും പെണ്ണിന് കൊടുക്കാത്ത കാലത്താണ് നബി തങ്ങൾ ഇത് വിളംബരം ചെയ്യുന്നത്. 2 പെൺകുട്ടികളെ നിങ്ങൾ പെറ്റുപോറ്റി ശരിക്ക് വളർത്തിയാൽ വഅല്ലമഹുമാ വഅദ്ദബഹുമാ, വഅല്ലമഹുമാ വഅദ്ദബഹുമാ, ആ 2 കുട്ടികൾക്ക് ശരിക്കും നിങ്ങൾ ഇൽമ പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് നിങ്ങൾ ഇസ്ലാമിൻ്റെ സംസ്കാരം പഠിപ്പിച്ചാൽ കുല്ലലഹു സിത്രൻ അനിന്നാർ, ആ പിതാവിനെ നരകത്തെ തൊട്ട് ആ പെൺകുട്ടികൾ മോചിപ്പിക്കും. നരകത്തിലേക്ക് ആ പിതാവിന് പോകേണ്ടി വരില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ മക്കയിൽ നിന്ന് വന്നവരും പരിശുദ്ധമായ മദീനയിൽ ജീവിച്ചവരുമായ പെണ്ണുങ്ങൾ, അൻസാരി പെണ്ണുങ്ങളും അതുപോലെ തന്നെ മുഹാജിരീങ്ങളിൽപ്പെട്ട പെണ്ണുങ്ങളും അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതരുടെ വചനം കേട്ടുകൊണ്ട് അവർ ശരിക്ക് ദീൻ പഠിച്ചു. നല്ലവണ്ണം ഇസ്ലാം ഉൾക്കൊണ്ടു. അവർ ശരിക്ക് ദീൻ പഠിച്ച ഒരുപാട് സഹോദരിമാർ. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ ജോജ്വല്യമാനമായ ചരിത്രം രചിച്ച ജഅഫർ ഇബ്നു അബീ താലിബ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ, പരിശുദ്ധ പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട ജഅഫർ അബൂ താലിബ് തങ്ങളുടെ മോനാണല്ലോ. പരിശുദ്ധ പ്രവാചകന്റെ പിതൃവ്യനാകുന്ന അബൂ താലിബ് തങ്ങളുടെ മകനാണ്, നബി തങ്ങളുടെ കുടുംബക്കാരനാണ്. ജഅഫറിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന അസ്മാ ബിൻത് യസീദ്, യസീദിൻ്റെ പുത്രി. യസീദിൻ്റെ പുത്രി എന്ന് പറഞ്ഞാൽ ഹുസൈമിൻ്റെ മകൾ ഉമ്മു സഅദിൻ്റെ മകൾ. ഉമ്മു സഅദും യസീദുമാണ്. ആ പെണ്ണിൻ്റെ ഉമ്മയും ഉപ്പയും യസീദിൻ്റെ മകളാണ്, ഉമ്മു സഅദിൻ്റെ മകളാണ്. ആ മഹദിയെ വിവാഹം കഴിച്ചത് ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്. അൻസാരി നോക്കണം നിങ്ങൾ. യസീദിൻ്റെ പുത്രി അസ്മാ ബിൻത് ഉമൈസ്. അസ്മാ ബിൻത് ഉമൈസ് ആണ് ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബിൻ്റെ ഭാര്യ. അതേപോലത്തെ ഒരു പെണ്ണുണ്ട്. 2 കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ട. അസ്മാ ബിൻത് ഉമൈസും അസ്മാ ബിൻത് യസീദും. യസീദിൻ്റെ പുത്രി എന്ന് പറയുന്ന പെണ്ണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബിൻ്റെ ഭാര്യയല്ല, മറിച്ച് ആ മദീനത്ത് ജീവിച്ചിരുന്ന പ്രമുഖയായ ഒരു സ്വഹാബി വനിതയാണ്. അവരാണ് ഇൽമു പഠിക്കുന്ന വിഷയത്തിൽ വലിയ താല്പര്യം കാണിച്ചിരുന്ന പെണ്ണ്. ഇൽമു പഠിക്കുന്ന വിഷയത്തിൽ അവർ താല്പര്യം കാണിച്ച് എവിടെത്തിയെന്നറിയോ? അവർ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബിൻ്റെ മുമ്പിൽ എന്ത് വിഷയം വന്നാലും പോയിട്ട് ചോദിക്കും. ഒരു ഉദാഹരണം ഞാൻ ആദ്യം പറയട്ടെ. സ്ത്രീകൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു വിഷയം മുമ്പിൽ വന്നാൽ അപ്പം പോയിട്ട് ചോദിക്കും.
ചോദിച്ചിട്ട് അതിൻ്റെ വിവരം അറിഞ്ഞിട്ട് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കും. ഇതിനാണ് ദഅവത്ത് എന്ന് പറയാം. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ശരിക്കും ദഅവത്തിൽ പങ്കുവഹിക്കാൻ കഴിയും എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ദഅവത്തിൽ പെണ്ണുങ്ങൾക്ക് പങ്കുവഹിക്കാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ്, നിരവധി തെളിവുകളുണ്ട്. ഒരു തെളിവാണ് ബഹുമാനപ്പെട്ട അസ്മ ബിൻത് യസീദ്, യസീദിൻ്റെ മകളാകുന്ന അസ്മ. ഈ യസീദിൻ്റെ മകളാകുന്ന അസ്മ എന്ന് പറയുന്ന പെണ്ണ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ എന്ത് വിഷയം വന്നാലും പോയിട്ട് ചോദിക്കും. അതിൽപ്പെട്ട നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടൊരു ചോദ്യമാണ് ആ പെണ്ണൊരുക്ക് ചോദിച്ചത്. നബി തങ്ങൾ വലിയ അഭിനന്ദനം അതിൻ്റെ പേരിൽ ആ പെണ്ണിന് കൊടുത്തു, വലിയ പ്രോത്സാഹനം. എത്രത്തോളം ആ പെണ്ണ് ചോദിച്ച ചോദ്യം ഏറ്റവും നല്ല ചോദ്യമാണ്, ആ പെണ്ണ് ഏറ്റവും നല്ല ബുദ്ധിമതിയായ പെണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് അസ്മാഇനെ വല്ലാതെ പുകഴ്ത്തി. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, നീ കണ്ടുമുട്ടുന്നവരോട് നീ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി പറഞ്ഞോളൂ. എന്താ പെണ്ണ് ചോദിച്ചത്? ഹദീസിൻ്റെ കിതാബിലുണ്ട്. അസ്മാ ബിൻത് യസീദ് വന്നിട്ട് നേരെ ചോദിക്കുക, ദഹബർ റിജാലു ബിൽ ഫദ്ലി വൽ ജിഹാദ്, ദഹബർ റിജാലു ബിൽ ഫദ്ലി വൽ ജിഹാദ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതരെ, ആണുങ്ങൾ എല്ലാ പ്രതിഫലവും കൊണ്ടുപോയതായി ഞങ്ങൾ കാണുന്നു. പുരുഷന്മാർ സകലമാന ഗുണങ്ങളും കൊണ്ടുപോയി. എങ്ങനെ? ആണുങ്ങൾ കൊണ്ടുപോയത് ജുമഅയുടെ കൂലി, ജമാഅത്തിൻ്റെ കൂലി, ജിഹാദിൻ്റെ കൂലി, ശരിയല്ലേ? ഇവിടുന്ന് നമ്മളങ്ങ് പിരിഞ്ഞാൽ ആണുങ്ങൾ ജുമഅത്ത് പള്ളിയിൽ പോയിട്ട് അല്ലെങ്കിൽ നിസ്കാര പള്ളിയിൽ പോയിട്ട് ജമാഅത്തായി നിസ്കരിക്കും. വെള്ളിയാഴ്ചയാണെങ്കിൽ പുരുഷന്മാർ മുഴുവൻ കയറിയിട്ട് ജുമഅ നിസ്കരിക്കും. യുദ്ധം വന്നാൽ, ഇന്നത്തെ സ്ഥിതിയല്ല പഴയകാലത്തെ സ്ഥിതിയാണ് പറയുന്നത്, പുരുഷന്മാരൊന്നിച്ച് യുദ്ധത്തിന് പോകും. പെണ്ണുങ്ങൾ അപ്പോഴും വീട്ടിൽ തന്നെ ഭക്ഷണമുണ്ടാക്കി കുഞ്ഞുങ്ങളെ പരിപാലിച്ച് അവരെ നിസ്കാരവും പ്രവർത്തനമൊക്കെ വീട്ടിലാണ്. അസ്മാ വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിച്ചു, യസീദിൻ്റെ മകൾ അസ്മ വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ, ദഹബർ റിജാലു ബിൽ ഫദ്ലി വൽ ജിഹാദ്, ആണുങ്ങൾ സകല കൂലിയും കൊണ്ടുപോയ സ്ഥിതിക്ക് ഫമാ ലനാ അമലുൻ നുദ്രികു ബിഹി അമലൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, പരിശുദ്ധ ദീനിൻ്റെ മാർഗത്തിൽ, പടച്ചറപ്പിൻ്റെ മാർഗത്തിൽ, ദീനിൻ്റെ വഴിയിൽ സമരം ചെയ്യുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടാൻ എന്തുണ്ട് മാർഗം? അവരും ഞങ്ങളും തമ്മിൽ പ്രതിഫലത്തിൻ്റെ വിഷയത്തിൽ വലിയ ദൂരെയായി പോകുമല്ലോ. അവർക്ക് വലിയ പ്രതിഫലവും ഞങ്ങൾക്ക് പ്രതിഫലമില്ലായ്മ, ശരിയല്ലല്ലോ നബിയെ. ഈ ആണുങ്ങൾക്ക് കൊടുക്കുന്ന ജുമഅയുടെയും ജമാഅത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും പ്രതിഫലത്തിന് ഒക്കുന്ന ഒരു പണി ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങൾ അപ്പോഴും വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു, ഞങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കുന്നു, വീട് പരിപാലിക്കുന്നു, എന്തു ചെയ്യും ഞങ്ങൾ? അതുകൊണ്ട് എങ്ങനെയാണ് ഇതിന് ഒക്കുന്ന പ്രതിഫലം കിട്ടുക? അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതിഫലം വർദ്ധിപ്പിക്കാനൊരു പണി പറഞ്ഞു തരണമെന്നാണ് ചോദിക്കുന്ന ചോദ്യം. ഫമാ ലനാ അമലുൻ നുദ്രികു ബിഹി അമലൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. പരിശുദ്ധ തിരുദൂതർ അപ്പോഴാണ് പെണ്ണിനെ പുകഴ്ത്തിയത്, പെണ്ണേ നീ നല്ലവളാണ്. മറ്റുള്ള സ്വഹാബികളോട് പോലും പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, അസ്മാ ബിൻത് ഉമൈസ് ചോദിച്ച ചോദ്യം പ്രസിദ്ധമാണ്. ആ പെണ്ണ് അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തനമാണ് ചെയ്തത്. അതുകൊണ്ട് അബ്ലഗി മൻ ലഖീതി, പെണ്ണെ നീ വഴിയിൽ കണ്ടുമുട്ടുന്ന നിന്റെ സഹോദരിമാരോട് പറഞ്ഞു കൊടുക്കണം, നിന്റെ കൂട്ടുകാരികൾക്ക് നീ എത്തിച്ചു കൊടുക്കണം, ഇന്ന ത്വാഅത സൗജി വഅ്തിറാഫൻ ബിഹഖിഹി, ശരിക്ക് ഭർത്താവിൻ്റെ അവകാശങ്ങളും ബാധ്യതകളും മുഴുവൻ നിർവഹിച്ചുകൊണ്ട് ഒരു പെണ്ണ് തൻ്റെ വീട്ടിൽ കർമ്മനിരതയായാൽ, ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ, പെണ്ണുങ്ങൾ ഇന്ന് വീട്ടിൽ ചെയ്യുന്ന പ്രവർത്തനം ഭക്ഷണമുണ്ടാക്കൽ, മക്കളെ പരിപാലിക്കൽ, അതുകൊണ്ട് സമയം കണ്ടെത്തിക്കൊണ്ട് നിസ്കരിക്കുന്ന ദീനിൻ്റെ കാര്യങ്ങളൊക്കെ അവർ വീട്ടിൽ നിർവഹിച്ചാൽ യഅദിലു ദാലിക, ഭർത്താവിന് യുദ്ധത്തിന് പോയി, ജുമഅക്ക് പോയി, ജമാഅത്തിന് പോയി നേടിയെടുക്കാൻ കഴിയുന്ന കൂലി എത്രയുണ്ടോ ആ കൂലിക്ക് തുല്യമായ കൂലി നിനക്ക് തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ലാഭമാണ് ഈ സന്ദേശം! ആ പെണ്ണിന് കിട്ടിയപ്പോൾ എന്തൊരു സന്തോഷമായി, ആ പെണ്ണിനത് കിട്ടിയപ്പോൾ എന്തോ ഒരു സന്തോഷമായി. കണ്ടുമുട്ടുന്ന പെണ്ണുങ്ങളോട് വിവരം പറഞ്ഞു, ശരിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് നബിത്തങ്ങൾ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ തിരുദൂതർ അറിയിച്ച പെണ്ണുങ്ങൾക്കൊക്കെ സന്തോഷമായി. പെണ്ണ് പള്ളിയിലേക്ക് പോകണ്ട, പെണ്ണ് പള്ളിയിലേക്ക് പോകണ്ട, പള്ളിയിൽ പോകേണ്ട കാര്യം പുരുഷന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സമത്വയുടെ ആലിമീങ്ങൾ, സംഘടനാ നേതാക്കൾ നമ്മളെ പഠിപ്പിച്ച കാര്യവും അതാണ്. അവർ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് ആരാധിച്ചാൽ അവർക്ക് പള്ളിയിൽ പോകുന്ന പ്രതിഫലം വീട്ടിൽ കൊടുക്കും. അത് അവഗണനയല്ല, പരിഗണനയാണ്. ഈ പെണ്ണ് 81-ലധികം ഹദീസുകൾ പഠിച്ചു നബി തങ്ങളുടെ കയ്യിൽ നിന്ന്. അസ്മാ ബിൻത് യസീദ് 81-ലധികം ഹദീസ് പഠിച്ചു. ആയിഷ ബീവി 2000 ഹദീസിലധികം പഠിക്കുമ്പോൾ 81 കുറവല്ലേ? ചിന്തിക്കേണ്ട. ആയിഷ ബീവി കൂടെ നിൽക്കുകയാണ്, കൂടെ ജീവിക്കുകയാണ്, കൂടെ കിടന്നുറങ്ങുകയാണ്, കൂടെ ഭക്ഷണം കഴിക്കുകയാണ്, കൂടെ കളിക്കുകയാണ്, നബി തങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കുകൊള്ളുകയാണ്. ഭാര്യയാണ്, മറ്റത് അന്യപെണ്ണാണ്. അൻസാരി പെണ്ണ് വന്നുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് ചോദിച്ച 81 പ്രധാനപ്പെട്ട ഹദീസുകൾ ചരിത്രത്തിൻ്റെ ഗ്രന്ഥത്തിലുണ്ട്.
പരിശുദ്ധ തിരുദൂതരുടെ മരണശേഷം ഡമസ്കസിൽ അവിടെ വന്നിട്ട് ഖലീഫ അബ്ദുൽ മലിക്കിൻ്റെ കാലത്ത് ഡമസ്കസിൽ മരിച്ച ഈ പെണ്ണിനെ കുറിച്ച് താരീഖിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അത് സാന്ദർഭികമായി ഞാൻ പറഞ്ഞു വന്നത് അസ്മാ ബിൻത് ഉമൈസിനെ കുറിച്ചാണ്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ഭാര്യയെക്കുറിച്ചാണ്. അസ്മാ, രണ്ടും ഒരേ പേരാണ്. ഒന്ന് അസ്മാ ബിൻത് ഉമൈസും ഒന്ന് അസ്മാ ബിൻത് യസീദുമാണ്. ജഅഫർ റളിയല്ലാഹു തആലയുടെ ഭാര്യയായി ചരിത്രത്തിൽ നമുക്ക് പരിചയപ്പെടുന്നത് അസ്മാ ബിൻത് ഉമൈസിനെയാണ്. ആ പെൺകുട്ടി ആദ്യകാലത്തെ മുഹാജിറുകളിൽപ്പെട്ടു. യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ അനുമതി കിട്ടുന്നതിന് മുമ്പ് പരിശുദ്ധ മക്കത്ത് നിന്ന് ജീവിച്ചൊരു കാലമുണ്ടല്ലോ. പട്ടിണി കിടന്നുകൊണ്ടും പരിവട്ടം കൊണ്ടും പട്ടിണിക്കിട്ട് പീഡിപ്പിച്ചപ്പോഴും കല്ലെറിഞ്ഞപ്പോഴും അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ ഒരിക്കലും ഒരു അക്രമത്തിന് മുതിർന്നിട്ടില്ല. ആ സമയത്തൊക്കെ സ്വഹാബത്ത് വളരെ ക്ഷമയോടുകൂടി പരിശുദ്ധ തിരുദൂതരുടെ കൂടെ നിന്നു. അന്നത്തെ വിശ്വാസ സംരക്ഷണത്തിന് നാട്ടിൽ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, കുടുംബക്കാർ സമ്മതിക്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തിരുദൂതർ എത്യോപ്യയിലേക്ക് ഹിജ്റ പോകാൻ ബഹുമാനപ്പെട്ട ജഅഫറിനോട് പറഞ്ഞു, ജഅഫറെ, നിന്റെ വിശ്വാസം സംരക്ഷിക്കാൻ നീ നജ്ജാഷിൻ്റെ കൂട്ടത്തേക്ക് പോയിക്കോ. അന്നത്തെ മുസ്ലിമീങ്ങളോട് പറഞ്ഞു, നജ്ജാഷി എന്ന് പറഞ്ഞ രാജാവുണ്ട് എത്യോപ്യയിൽ, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് സുരക്ഷിതത്വം കിട്ടും, അയാൾ നല്ല മനുഷ്യനാണ്, നിങ്ങൾ മുഴുവൻ അങ്ങോട്ട് പോയിക്കോളൂ എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, ജഅഫർ റളിയല്ലാഹു തആല അൻഹു അമീറുൽ മുഹാജിരീൻ എന്ന് പേര് കിട്ടാൻ കാരണതാ. അമീറുൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളുടെ നേതാവ്. ആ മഹാനവറുകൾ പോയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അസ്മാനെയും കൂടെ കൊണ്ടുപോയി. പാവപ്പെട്ട അസ്മയും അദ്ദേഹത്തിൻ്റെ അവളുടെ ഭർത്താവ് ജഅഫർ റളിയല്ലാഹു തആല അൻഹു നേരെ നജ്ജാഷി രാജാവിൻ്റെ നാട്ടിലെത്തി. മദീനയിൽ ഹിജ്റ 7 ഖൈബർ യുദ്ധം കഴിഞ്ഞ ശേഷമാണ് അവർ തിരിച്ചിങ്ങോട്ട് വരുന്നത്. തിരിച്ച് മദീനയിലേക്ക് അവരെത്തുന്നത് ഹിജ്റ 7. മക്കയിൽ വന്ന് പിന്നെ മദീനയിലേക്ക് വരികയാണ്. അവിടെ തന്നെ ഒരു ചരിത്രം പറയുന്നുണ്ട്. എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി ഹബഷായിൽ നിന്ന് തിരിച്ചെത്തിയതിൻ്റെ ശേഷം പരിശുദ്ധ പ്രവാചകരും സംഘവും നേരെ മദീനത്തെത്തിയപ്പോൾ ഇവരും നേരെ മദീനത്തേക്ക് പോയി. മദീനത്ത് ചെന്ന് മുഹാജിരിങ്ങളുടെ കൂടെ കൂടി. അങ്ങനെ മുഹാജിരിങ്ങളുടെ കൂടെ കൂടിയപ്പോൾ ഉമർ റളിയല്ലാഹു തആല അസ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട് താരീഖ്. അസ്മാ ബിൻത് ഉമൈസ് എന്ന് പറയുന്ന ജഅഫർ റളിയല്ലാഹു തആലയുടെ ഭാര്യയോട് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, അസ്മാ, ഞങ്ങളാണ് മുമ്പ് വന്ന ആൾക്കാർ, ഞങ്ങൾക്ക് കിട്ടുന്ന അത്ര കൂലി നിങ്ങൾക്ക് കിട്ടൂല എന്ന് പറഞ്ഞു. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. എന്താ കാരണം? ഒരു പ്രദേശത്ത് ഒരാൾ ആദ്യം ചെല്ലുമ്പോൾ അവിടുന്ന് ആദ്യം സ്വീകരിക്കുന്ന ആൾക്കാരെ നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്നിട്ട് ആ നാട്ടിൽ ആദ്യം ചെല്ലുകയെന്ന് ഇരിക്കുക. ആദ്യമായി നിങ്ങൾ ആ നാട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ നാട്ടുകാരൻ നൽകുന്ന സ്വീകരണങ്ങൾ മറക്കൂല. ഒരു നാട്ടിൽ ചെന്നിട്ട് പരിചയമില്ലാത്തൊരു പ്രദേശത്ത് ചെന്നിട്ട് ആദ്യം പരിചയപ്പെട്ട ആളെ നമുക്ക് മറക്കാൻ കഴിയില്ല. പിന്നെ കുറേ ആൾ സഹായിക്കാണ്ടാവും. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് വന്നപ്പോൾ ഞങ്ങളാണ് കൂടെ ഇവിടെ സഹായിക്കാനൊക്കെ. നേരെ തന്നെ കുറച്ച് സ്വഹാബത്ത് ആദ്യം പോയിട്ടുണ്ടല്ലോ. സ്വഹാബത്ത് ആദ്യം പോയിട്ട് പിന്നെ നബി തങ്ങൾ അവസാനം വരികയാണ്. അപ്പോൾ അവിടെ ആദ്യം പശ്ചാത്തലം ഒരുക്കിയ ആളുകൾക്ക് കിട്ടുന്ന കൂലി എന്തായാലും നിങ്ങൾക്ക് കിട്ടൂല എന്ന് പറഞ്ഞു. ഇതങ്ങ് പറഞ്ഞപ്പോൾ അസ്മാ ബിൻത് ഉമൈസിൻ്റെ മനസ്സിൽ ചെറിയൊരു പ്രയാസം ഉണ്ടായി. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, സാധാരണ ഒരു പെണ്ണ് കേട്ടാൽ എന്തായാലും കുഴപ്പമില്ല, ആയിക്കോട്ടെ, കൂലി നിങ്ങൾക്ക് ആയിക്കോട്ടെ, അങ്ങനെയല്ല. അവിടെയാണ് ദീനി താല്പര്യം. മനസ്സിൻ്റെ ഉള്ളിലുള്ള ഇസ്ലാമിക താല്പര്യം ഉണർന്നു. പെണ്ണ് മനസ്സിലാക്കി എന്താണ് അങ്ങനെ. അള്ളാഹുവിൻ്റെ തിരുദൂതരെ മുമ്പിൽ ചെന്ന് ചോദിച്ചു, നബിയെ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ സ്ഥിതി എന്താ, ഞങ്ങൾക്ക് കൂലി കുറഞ്ഞു പോവോ? അപ്പോഴാണ് പരിശുദ്ധ പ്രവാചകർ പറഞ്ഞ, അസ്മാ, നിനക്ക് കൂലി കൂടുതൽ. എന്താ കാരണം? നീ 2 ഹിജ്റ പോയ ആളാ. ഒന്ന് എത്യോപ്യയിലേക്ക് നേരത്തെ പോയി, പിന്നെ മക്കത്ത് വന്നപ്പോൾ മദീനത്തേക്ക് വന്നു. നിനക്ക് 2 കൂലിയാണ്, മറ്റുള്ളവർക്ക് അതില്ലല്ലോ. അവർക്ക് എന്നെ ഇവിടെ സഹായിച്ച പ്രതിഫലം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ദീൻ സംരക്ഷിക്കാൻ 2 ഹിജ്റ പോയ കൂലിയാണ്. അപ്പോഴാണ് അസ്മാ ബീവി സന്തോഷം കൊണ്ട് മതിമറന്നു പോയത്. കാരണം അള്ളാഹുവിൻ്റെ തിരുദൂതരാ പറയുന്നത്, അഷ്റഫുൽ ഖൽക്ക് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കൊക്കെ ദുന്യാവിലല്ല പരലോകത്തെ കൂലി എന്ന് കേൾക്കുമ്പോഴും സന്തോഷം. അങ്ങനത്തെ ഒരു തഖ്വ ഒരു പെണ്ണിൻ്റെ കൽബിലുണ്ടെങ്കിൽ, ആ പെണ്ണൊരു കുടുംബത്തിലുണ്ടെങ്കിൽ എന്തൊരു മാറ്റം ഉണ്ടാവും. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല യുദ്ധത്തിന് പോകുമ്പോൾ മരിക്കുന്ന ഉറപ്പാണല്ലോ. മരിക്കുന്ന ഉറപ്പാതെ എങ്ങനെ ഉറപ്പാവല്? മൂത്തത്തിൻ്റെ രണാങ്കണത്തിലേക്ക് കൊടിയും പിടിച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ സൈന്യത്തെ നിയോഗിക്കുമ്പോൾ 3 വർത്തമാനം പറഞ്ഞു. ഇന്നാൾ കൊടി പിടിച്ചോ, അയാൾ മരിച്ചാൽ ഇന്നാൾ പിടിച്ചോ, അയാൾ മരിച്ചാൽ ഇന്നാൾ പിടിച്ചോ, അയാൾ മരിച്ചാൽ ഇന്നാൾ പിടിച്ചോ. ഈ വാചകം പറഞ്ഞാൽ ഉറപ്പല്ലേ? താരീഖിൻ്റെ കിതാബിലുണ്ട്. അള്ളാഹുവിൻ്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടിയെടുത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ സംഘത്തിൻ്റെ അമീർ ബഹുമാനപ്പെട്ട സെയ്ദാണ്. സെയ്ദ് ഇബ്നു ഹാരിസത്ത് എന്ന് പറയുന്ന പരിശുദ്ധ പ്രവാചകരുടെ വീട്ടിൽ ജീവിച്ച കുട്ടി. എൻ്റെ സെയ്ദാണ് ഈ സംഘത്തിൻ്റെ തലവൻ. ഇൻ ഖുതില സെയ്ദുൻ ഔ ഉസീബ, ഇൻ ഖുതില സെയ്ദുൻ ഔ ഉസീബ. ചരിത്രത്തിൻ്റെ ഗ്രന്ഥം മനോഹരമായി രേഖപ്പെടുത്തി, സെയ്ദ് എങ്ങാനും മരിച്ചാൽ, ഔ ഉസീബ അല്ലെങ്കിൽ സെയ്ദിന് വല്ല പരിക്കും പറ്റിയാൽ, ഫൽ അമീറു ജഅഫർ ഇബ്നു അബീ ത്വാലിബ്. അപ്പോൾ ജഅഫർ ഇബ്നു അബീ ത്വാലിബാണ് അമീർ.
ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കൊടിപിടിക്കണം. പിന്നെ ഇൻ ഖുതില ജഅഫറു ഔ ഉസീബ, ജഅഫറിന് വല്ലതും സംഭവിച്ചാൽ, ജഅഫർ മരണപ്പെട്ടു പോയാൽ, ഫൽ അമീറു അബ്ദുല്ലാഹി ഇബ്നു റവാഹ, അപ്പ അബ്ദുല്ലാഹി ഇബ്നു റവാഹയാണ് കൊടിപിടിക്കേണ്ടത്. അവർ അബ്ദുല്ലാഹി ഇബ്നു റവാഹയും മരിച്ചാൽ, ഇൻ ഖുതില ഔ ഉസീബ, അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സ്വഹാബിയും മരിച്ചു പോയാൽ, ഫൽയഖ്തലിൽ മുസ്ലിമീന മിൻഹും അമീറാ, മുഅ്മിനീങ്ങൾ അവരെ കൂട്ടത്തിൽ നിന്ന് അമീറിനെ തെരഞ്ഞെടുക്കട്ടെ. ഈ വാക്ക് നബി തങ്ങളുടെ നാക്കിൻ്റെ തുമ്പിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, അഷ്റഫുൽ ഖൽക്കിൻ്റെ നാവിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇൻ ഖുതില ഇൻ ഖുതില ഇൻ ഖുതില ഔ ഉസീബ ഔ ഉസീബ എന്ന് പറഞ്ഞാൽ ഉറപ്പല്ലേ മൂന്നാളും മരിക്കും. ഈ 3 പേരും മരിക്കുമെന്നുറപ്പാണ്. മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ അടിവച്ചടിവച്ച് പോകുന്നത്. നിങ്ങൾ പോകുമോ? നമ്മൾ പോകുമോ? ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിനെ പറഞ്ഞേക്കുമോ? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ ഭാര്യ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞയച്ചു. കാരണം എന്താ? അള്ളാഹിൻ്റെ റസൂൽ ഈ സമൂഹത്തെ യുദ്ധത്തിന് പറഞ്ഞേക്കുകയാണ് മുഅ്തത്തിലേക്ക്. നബി തങ്ങൾ കത്ത് കൊടുത്തയച്ച കത്ത് കൊണ്ടുപോയ ദൂതനെ കൊന്നപ്പോൾ ഗസാനിലെ രാജാവിൻ്റെ നടപടിക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടിയാണ് സൈന്യം പോകുന്നത്. എവിടെയാണ് ഈ സ്ഥലം? ജോർഡാനിലാണ്. ഇന്ന് നിങ്ങൾ ജോർഡാനിൽ ചെന്ന് നോക്കിയാലും ഈ 3 മഹാന്മാക്കളുടെ ഖബറുകൾ കാണാൻ പറ്റും. ജോർഡാൻ എന്ന് പറയുന്ന പലസ്തീൻ്റെ സമീപത്തുള്ള പ്രദേശം വളരെ വിശാലമായി അമ്മാനിൽ നിന്ന് ഏകദേശം ഒരു 4-5 മണിക്കൂർ യാത്ര ചെയ്താൽ, ജോർഡാൻ്റെ തലസ്ഥാനത്ത് യാത്ര ചെയ്താൽ മുഅ്തത്തിലെത്താം. ഞങ്ങളൊക്കെ പലപ്പോഴും പോയി കണ്ട പ്രദേശമാണ്. ആ പ്രദേശത്ത് ഒരു പള്ളിയിൽ, ആ പള്ളിയിൽ വലിയ 2 മക്ബറകൾ. ഒരു മക്ബറ ബഹുമാനപ്പെട്ട അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിന് വേണ്ടി പടപൊരുതി മരിച്ചുപോയ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളത്. തൊട്ടുപുറത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസയുടേത്. 2 ഒരേ പള്ളിയിൽ. റോഡിൻ്റെ അപ്പുറത്ത് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മാറി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹയ്ക്ക് മാത്രമായി ഒരു മക്ബറ. ഇന്ന് ആ മക്ബറകൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മനോഹരമായ മക്ബറകൾ. നിരന്തരമായി സിയാറത്ത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ. ആ മഹാന്മാരുടെ ഹക്ക് ജാഗ് ബർക്കത്ത് കൊണ്ട് പടച്ചറബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മഹദി ഉണ്ടല്ലോ, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞേക്കുകയാണ്. മുസ്ലിങ്ങൾ അവിടെ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഗതി എന്താണെന്നറിയാം? മുസ്ലിമീങ്ങൾ മുഹൂർത്തത്തിൻ്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോൾ ബദറൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ബദറിൻ്റെ ഒരു 10 ഇരട്ടിയാണ്. മുഹൂർത്തത്തിൻ്റെ രണാങ്കണത്തിലേക്ക് മുസ്ലിങ്ങൾ ചെല്ലുന്ന സന്ദർഭം ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. പേടിച്ചിട്ട് പിന്മാറില്ല മനുഷ്യന്മാർ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. മാത്രമല്ല, പോകുന്ന സന്ദർഭത്തിൽ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഒരാൾ മരിച്ചാൽ മറ്റേയാൾ, ഒരാൾ മരിച്ചാൽ മറ്റേയാൾ. ആരാ ഇത് പറയുന്നത്? സത്യം മാത്രം ലോകത്ത് പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഉറപ്പ മരിക്കും, മരിക്കുന്നു ഉറപ്പ, ഒരു തർക്കമല്ല. അവർക്കൊക്കെ അറിയാം. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എന്നിട്ടും അവർ പോയല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഈമാൻ്റെ ശക്തി. അള്ളാഹുവേ, ഞങ്ങളെ ഈമാൻ നീ ശക്തിപ്പെടുത്തി തരണേ തമ്പുരാൻ. നല്ലോണം ശ്രദ്ധിച്ചോളൂ. അതന്നെയാണ് ഈമാൻ. അവരവർ ചെന്നിങ്ങനെ നോക്കുമ്പോൾ മുസ്ലിമീങ്ങളുടെ അവസ്ഥ, വലമ്മ വസലൽ മുസ്ലിമൂന ഇലാ മുഅ്തത, മുസ്ലിമീങ്ങൾ മുഅ്തത്തിന്റെ രണാങ്കണത്തിലേക്ക് ചെന്നെത്തിയപ്പോൾ, വഹിയ ഖറിയത്തുൻ വാഖിയത്തുൻ അലാ മശാരിഖി ഷാം, ഷാം എന്ന് പറയുന്ന സിറിയ എന്ന് പറയുന്ന നാടിൻ്റെ കിഴക്ക് വശത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഈ മുഅ്തത്ത് എന്ന് പറയുന്നത്. ഇന്നത് ജോർഡാൻ എന്ന് പറയുന്ന രാജ്യത്താണ്. ഫിൽ ഉർദുൻ, ജോർഡാനിലാണെന്ന് ചരിത്രം പറയുന്നുണ്ട്. വജദു അന്ന റൂമ ഖദ് അഅദ്ദു ലഹും 100,000 തുളാഹിറുഹും. ഒന്ന് ശ്രദ്ധിക്കണേ, 100,000 തുളാഹിറുഹും. 1,00,000 ആളുകൾ പടക്കളത്തിൽ റെഡിയാണ്. മുസ്ലിമീങ്ങൾക്കെതിരെ സമരം ചെയ്യാൻ 1,00,000 ആളുകൾ പടക്കളത്തിൽ റെഡിയാണ്. 1,00,000 ആളുകൾ പടക്കളത്തിൽ ഇങ്ങനെ പൊരുതുകയാണ്. ചിന്തിക്കണം നിങ്ങൾ. മുസ്ലിമീങ്ങൾ 1,00,000 പടക്കളത്തിൽ ഇങ്ങനെ പൊരുതാൻ നിൽക്കുമ്പോൾ, മുസ്ലിമീങ്ങൾക്കെതിരെ 1,00,000 ആളുകൾ പടക്കളത്തിൽ റെഡിയായി നിൽക്കുമ്പോൾ 1,00,000 ആളുകളാണെന്ന് ധരിക്കേണ്ട. അവിടെ തന്നെ പറയുന്നുണ്ട്, അതേ സ്ഥാനത്ത് തന്നെ ആ രീതിയിൽ 100,000 ഉഖ്റാ മിൻ നസാറൽ അറബ്, ക്രൈസ്തവ അറബികൾ ഒന്നിച്ചു കൂടിയിട്ട് 1,00,000 ആളുകൾ പ്രൊട്ടക്ഷനായിട്ട് പുറത്തുണ്ട്. ഈ 1,00,000 വല്ലതും സംഭവിച്ചാൽ അടുത്ത 1,00,000 ഇറങ്ങും. അവർ 2,00,000 സൈന്യം എന്ന് പറയണം. എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണുന്നു 2,00,000 സൈനികർ സമരമുഖത്ത് റെഡിയാണ്. ഈ 2,00,000 സൈനികരോട് സമരം ചെയ്യാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞയച്ച കൂട്ടത്തിൽ ആരാപ്പുള്ളത്? അമ്മ ജയ്ഷുൽ മുസ്ലിമീൻ വക്കാന 3,000, ആകെ 3,000 മുസ്ലിമീങ്ങൾ 2,00,000 സൈന്യത്തോട് പൊരുതുകയാണ്. ആ ലോജിക്കൊന്ന് നോക്ക് നിങ്ങൾ. 3,000 മുസ്ലിമീങ്ങളാണ് 2,00,000 സൈന്യത്തോട് പൊരുന്നത്. ഈ 3,000 മുസ്ലിമീങ്ങൾ 2,00,000 സൈന്യത്തോട് പൊരുതുമ്പോൾ അവസ്ഥ എന്താ? അപ്പോൾ പടക്കളത്തിൽ ഇറങ്ങി നോക്കുമ്പോൾ 1,00,000 ആൾക്കാർ നിരന്നുകിടന്ന് നിൽക്കുകയാണ് ആയുധ സജ്ജരായിട്ട്. പടക്കളത്തിൻ്റെ പുറത്ത് 1,00,000, ഇവർ 3,000. അപ്പം ആ കൂട്ടത്തിൽ നമ്മൾ മനുഷ്യന്മാരാണല്ലോ,
പടക്കളത്തിലേക്ക് ഇറങ്ങിയ 3000 വരുന്ന മുസ്ലിം സൈന്യത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് വെച്ചാൽ ആൾക്കാരുടെ അഭിപ്രായം പറഞ്ഞെന്താ പറഞ്ഞത്? ഈ 3000 ആകുന്ന നമ്മൾ ഈ 2 ലക്ഷത്തോട് സമരം ചെയ്യാൻ പറഞ്ഞാൽ ആത്മഹത്യാപരാണ്, വെറുതെ സമരം ചെയ്യാൻ. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാം, ഫൽ നബഅത്ത് ഇലാ റസൂലില്ലാഹി നുഖ്ബിറുഹു ബി അദദി അദുവിന, നുഖ്ബിറുഹു ബി അദദി അദുവിന. നമ്മുടെ ശത്രുക്കൾ ഇത്ര എണ്ണം ഉണ്ടെന്ന് നബി തങ്ങളോട് മദീനത്ത് പോയിട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരാളെ അയക്കുക. നബി തങ്ങൾ വിചാരിച്ച പോലെയല്ല, സൈന്യം ഇവിടെ കുറച്ച് കൂടുതലാണ്, 2 ലക്ഷം ഉണ്ടെന്ന് നബി തങ്ങളോട് പറയാൻ വേണ്ടി ഒരാളെ അയക്കുക. അങ്ങനെ അയച്ചാൽ നമുക്ക് അള്ളാന്റെ റസൂൽ അയച്ചു തരും, ബിരിജാൽ കുറച്ച് സൈന്യത്തെ അയച്ചു തരും. അപ്പോൾ കുറച്ചാളും കൂടി വന്നാൽ ഉഷാറാവും. അതല്ലെങ്കിലോ അല്ലെങ്കിലാണ് നീങ്ങി സമരം ചെയ്തുകൂടി എന്ന് പറയും നബി തങ്ങൾ. ഫനുത്തി, അപ്പം നമുക്ക് അനുസരിക്കാം. വിവരം നബി തങ്ങളൊന്ന് അറിയിക്കാൻ നമ്മളിപ്പോൾ ഈ 3000 ആൾക്കാർ ഈ സമരം ചെയ്യുന്നത് ശരിയുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ ആൾക്കാർക്ക് അഭിപ്രായം അറിയിക്കാമല്ലോ. അഭിപ്രായം പറഞ്ഞു, നമ്മളിപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചാടി ഇങ്ങനെ സമരം ചെയ്യണോ അത് നബി തങ്ങളെന്ന് അറിയിച്ചിട്ട് പോരേ. അപ്പോൾ കുറച്ചാൾക്കാരെന്നാൽ അങ്ങനെ ആക്കാം, വേറെ ചിലർ ഇങ്ങനെ ആക്കാം. അങ്ങനെ അഭിപ്രായ വ്യത്യാസം നമ്മുടെ ഈ 3000-ൽ ഉണ്ടാകാൻ പോവാന്ന് കണ്ടപ്പോൾ ആ സന്ദർഭത്തിൽ മുന്നോട്ട് ഒറ്റ ചാട്ടമാണ് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ, അവസാനത്തെ ആൾ. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു തആല മുന്നിക്കട് ചാടിയിട്ട് തിരിഞ്ഞു നിന്നു. ബാക്കിൽ നിന്ന് മുന്നിക്കട് വന്നിട്ട് തിരിഞ്ഞു നിന്നു, നിങ്ങളെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന പോലെ. ഇങ്ങനെ നിന്നിട്ട് കൗമിൻ്റെ മുഖത്തോ, യാ കൗം, ഓ ജനങ്ങളെ, എന്താ നിങ്ങൾ ഈ പറയണത്? നിങ്ങളിപ്പോൾ എന്താ ഈ ചർച്ച ചെയ്യുന്നത്? ഇന്നാ വല്ലാഹി മാ നുഖാതിലു അഅദാഅനാ ബി അദദിൻ വലാ ഖുവ്വത്തിൻ. ഇന്നേ വരെ നമ്മൾ നമ്മുടെ മുസ്ലിം സൈന്യം ഏതെങ്കിലും ഒരു സൈന്യത്തോട് എണ്ണം നോക്കിയിട്ടോ ശക്തി നോക്കിയിട്ടോ സമരം ചെയ്ത ചരിത്രമുണ്ടോ? ശത്രുവിൻ്റെ എണ്ണം നോക്കി നമ്മൾ സമരം ചെയ്തൊരു ചരിത്രം പറയുങ്ങൾ? അങ്ങനെ സംഭവം ലോകത്തില്ല. ശത്രുക്കളുടെ എണ്ണം നോക്കി നമ്മൾ സമരം ചെയ്തൊരു സംഭവേ ലോകത്തില്ല. മാ നുഖാതിലുഹും ഇല്ലാ ബിഹാദ ദീൻ. ദീന് മുറുക്കി പിടിച്ചിട്ടാണ് നമ്മൾ സമരം. ആ എണ്ണത്തെക്കാൾ വലുതാണ് നമ്മളെ ദീന്. അള്ളയാണ് കാര്യം തീരുമാനിക്കുന്നത്. അവിടെ നിങ്ങളൊരു നിലക്കും പിന്നോട്ട് പോകാൻ പാടില്ല. എന്തലിക്കൂയാക്കാവും, മുന്നേറിക്കോളടാ. നാടൻ ഭാഷ പറഞ്ഞ നടക്കടാ മുന്നോട്ട്, ഒരടി പുറകോട്ട് വേണ്ട. ഒരാളെ നബിതങ്ങൾക്ക് പറഞ്ഞേക്കും വേണ്ട. ഇതൊക്കെ നബിതങ്ങൾക്ക് അവിടെ ഇരുന്നാൽ തന്നെ അറിയാം. ഇവിടെ എത്ര ആളുണ്ടെന്നും നമ്മൾ പറഞ്ഞേച്ചിട്ട് വേണ്ട. അവിടെ ശരിക്കും നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. നമുക്ക് എന്തായാലും ശരി ഗുണേ വരൂ. ഒന്നുകിൽ ഷഹാദത്ത് അല്ലെങ്കിൽ വിജയം, 2 ഗുണമാണ്. 2 ഗുണത്തിന് വേണ്ടിയാണ് നമ്മൾ പൊരുന്നത്. ഒന്നുകിൽ ഷഹാദത്ത് അല്ലെങ്കിൽ നമുക്ക് വിജയം. 2ഉം നല്ലതാണ്. പൊരുതണമെന്ന് പറഞ്ഞ് അതിശക്തമായി പൊരുതി മുസ്ലിം സമൂഹം. നോക്കണം നിങ്ങൾ, ആ 3 പേരും ഷഹീദായി. ആ കഥ ഞാൻ പറയുന്നില്ല. 3 ആളും ഷഹീദായി. 3 പേരും ഷഹീദായി. മൂത്തത്തിൻ്റെ രണാങ്കണത്തിൽ 3 പേരുടെയും കബറുന്നുണ്ട്. നിങ്ങളൊക്കെ ഈ ചരിത്രം എപ്പോഴും വിശദീകരിക്കുമ്പോൾ 3 പേരും എങ്ങനെ മരിച്ചു. ജഅഫർ റളിയല്ലാഹു തആല കയ്യിൽ കൊടി പിടിച്ചതും തൻ്റെ മുറിഞ്ഞ കൈ കൊണ്ട് കൊടി നെഞ്ചത്ത് കൂട്ടിപ്പിടിച്ചതൊക്കെ വികാരഭരിതമായി കേട്ടിരിക്കും. അള്ളാഹു ആ മഹത്തുക്കൾക്കൊപ്പം സ്വർഗത്തിൽ പോകാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. യുദ്ധം വിജയിച്ചു. യുദ്ധം വിജയിച്ചത് എങ്ങനെയാ? 3 ആളും മരിച്ചു. പിറ്റേ ദിവസം യുദ്ധത്തിനാകുമ്പോൾ ഖാലിദ് റളിയല്ലാഹു തആല നേതാവാക്കി. ഖാലിദ് റളിയല്ലാഹു തആല നേതാവാക്കിയപ്പോൾ ഖാലിദ് റളിയല്ലാഹു തആല മനസ്സിലായി, എണ്ണത്തിൽ കുറവുണ്ട്, തന്ത്രം കൊണ്ട് വിജയിക്കാൻ പറ്റൂ. യുദ്ധം ഒരു തന്ത്രമാണ്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ അദ്ദേഹം ഒരു തന്ത്രം പ്രയോഗിച്ചു. പിറ്റേന്ന് ഇറങ്ങിയപ്പോൾ 3 ആൾ മരിച്ചല്ലോ. ഇനി ഇവരെ വിജയിച്ചടക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ശത്രുക്കൾക്ക് പേടിയല്ലോ ഉണ്ടാവും. ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് എപ്പോഴും നോക്കൊണ്ട് പേടി കൂടും. നമുക്ക് പേടി കുറയും. കാരണം എന്താ? നമുക്ക് മരിക്കാൻ റെഡി, അവരതിന് തയ്യാറാവില്ല. അവർ ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഷഹാദത്തും കൂടി ലക്ഷ്യമുണ്ട്, വിജയം അല്ലെങ്കിൽ ഷഹാദത്ത്. നിരന്ന് നിൽക്കുന്ന സമയത്ത് ഖാലിദ് റളിയല്ലാഹു തആല നമ്മുടെ മുസ്ലിം സൈന്യത്തോട് പറഞ്ഞു, ഇന്നലെ നിന്ന ശത്രു സൈന്യം അതേപോലെ തന്നെ വരിക. കാരണം വിജയിച്ച് നിൽക്കുന്ന അവർക്ക് പ്രയാസം ഉണ്ടാകും. അങ്ങനെ തന്നെ അണിനിരക്കും. നിങ്ങളൊരു കാര്യം ചെയ്യണം, വലത്ത് നിന്ന് ആൾക്കാർ ഇടത്തേക്ക് മാറണം, ഇടത്തു നിന്ന് ആൾക്കാർ വലത്തേക്ക് മാറണം, മുമ്പിൽ നിന്ന് ആൾക്കാർ ബാക്കിലേക്ക് പോകണം, ബാക്കിലുള്ളൊരു മുന്നിലേക്ക് വരണം. റീഅറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ ഈ സാഹസിൽ ഇവിടെ ഇരിക്കുന്നവർ ഇങ്ങോട്ടും അവിടെ ഇരിക്കുന്നവർ ഇങ്ങോട്ടും ബാക്കിലേക്ക് അങ്ങോട്ടും അവരിങ്ങോട്ടും മാറി അങ്ങനെ ഉണ്ടാവും. ഒരു മാറ്റം വന്നിട്ടുണ്ടാവും. പെട്ടെന്ന് ഇവിടെ നിന്ന് ഞാൻ സ്റ്റേജിൽ വന്നോണ്ടാ, പടക്കളം സ്റ്റേജിലല്ലോ, താഴത്തുനിന്ന് നോക്കുമ്പോൾ നിരന്നുകൾ നോക്കുമ്പോൾ അങ്ങോട്ട് നോക്കുക, ഇന്നലെ കണ്ട ആളല്ല ഇവിടെ കാണുന്നവൻ. ഇവൻ ഇവിടെ നോക്കുമ്പോൾ ഇന്നലെ കണ്ട ആളല്ല സൈനികൾ കാണുന്നത്. സൈനിക നിൽപ്പിൽ മുന്നിലൊക്കെ മാറിയിട്ടുണ്ട്, സൈഡിൽ മാറിയിട്ടുണ്ട് ആകെ. എന്നിട്ട് ഖാലിദ് റളിയല്ലാഹു തആല സൈന്യത്തിലെ ചെറിയൊരു ടീമിനോട് പറഞ്ഞു, ഏറ്റവും ബാക്കിൽ നമ്മുടെ സൈന്യത്തിൻ്റെ ഏറ്റവും പുറകിൽ കുതിരകളെയും അതുപോലെ തന്നെ ഒട്ടങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളിങ്ങനെ പൊടി പറത്തണം, നല്ലോണം പൊടി പറത്തണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പൊടി ഇങ്ങനെ പറക്കുന്നുണ്ട്. അണിനിരന്നു സൈന്യം. സൈന്യം അണിനിരന്നപ്പോൾ ശത്രുക്കളെ നോക്കുമ്പോൾ ഇവിടെ ആൾ മാറിയിട്ടുണ്ട്, മുന്നിൽ ആൾ മാറിയിട്ടുണ്ട്, ഇവിടെ ആൾ മാറിയിട്ടുണ്ട്, ആകെ മാറ്റം. ബാക്കിലാണെങ്കിൽ പൊടി ഇങ്ങനെ പറക്കുക. വമ്പിച്ചൊരു സൈന്യം മദീനത്ത് ഇങ്ങനെ വരിക എന്നവർ മനസ്സിലാക്കിയത്. ആകപ്പാടെ സൈന്യം പേടിച്ചു പോയി. പേടി കുടിക്കാൻ പിന്നെ കഴിഞ്ഞു കഥ. പേടിച്ചാൽ പിന്നെ എത്ര ആളുണ്ടായിട്ടും കാര്യമില്ല. ഒരൊറ്റ അറ്റാക്ക് ഖാലിദ് റളിയല്ലാഹു തആല സൈന്യത്തെ വെച്ചിട്ട് ഒറ്റ മുന്നോട്ടല്ല, പേടിച്ചിട്ട് ഇവർ ആകെ ഓടിപ്പോയി. ആ 2 ലക്ഷം പോയി. പിന്നെ മുസ്ലിങ്ങൾ ജയിച്ചു, ഒരു കുഴപ്പമുണ്ടായില്ല. പേടിപ്പിച്ചാണ് വിട്ടു. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ അങ്ങനെ ജയിച്ചത് ഈ ചരിത്രം വളരെ വ്യക്തമായി കാണുന്നുണ്ട്. നിങ്ങൾ മൂത്തത്തിൽ ജോർഡാൻ സന്ദർശിക്കുമ്പോൾ, പലസ്തീൻ യാത്രയ്ക്ക് ജോർഡാനിൽ ഏറ്റവും വലിയ സന്ദർശന കേന്ദ്രമാണ് അൽഖഫ് കഴിഞ്ഞാൽ പിന്നെ മൂത്തത്ത്. ആ മൂത്തത്തിൽ പോകുമ്പോൾ അത് കാണാൻ കഴിയും. അള്ളാഹു ആ മഹാന്മാരുടെ ഹക്ക് ജാക്ക് ബർക്കത്ത് കൊണ്ട് നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്ന വിഷയം അതല്ല. അസ്മാ ബിൻത് ഉമൈസ് എന്ന് പറയുന്ന ഈ പെണ്ണ്
തൻ്റെ ഭർത്താവ് മരിക്കും എന്ന് നബി തങ്ങളുടെ വാക്കിൽ കൃത്യമായി ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആ പെണ്ണ് പറഞ്ഞയച്ചു തൻ്റെ ഭർത്താവിനെ? അതാ ശ്രദ്ധിക്കേണ്ടത്. എന്തേ പറഞ്ഞയച്ചത്? അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിന് വേണ്ടി തൻ്റെ ഭർത്താവ് ജീവൻ വെടിയുകയാണെങ്കിൽ സന്തോഷ. പരിശുദ്ധ പ്രവാചകർ മുഅത്തത്തിൻ്റെ യുദ്ധത്തിൻ്റെ വിവരവും കൊണ്ട് തൻ്റെ സ്വഹാബത്ത് വന്നപ്പോൾ അവർ വിവരമറിയിച്ചപ്പോൾ നബി തങ്ങൾ അസ്മാഇൻ്റെ വീട്ടിലേക്ക് പോയി. അസ്മാഇന് ജനിച്ച 3 കുട്ടികളുണ്ട്, അബ്ദുള്ളയും മുഹമ്മദും ഔനും. അബ്ദുള്ളയും മുഹമ്മദും ഔനും ഈ 3 കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പെണ്ണ് വീട്ടിൽ നിൽക്കുകയാണ്. യുദ്ധം കഴിഞ്ഞിരിക്കുന്നു, ഭർത്താവ് തിരിച്ചു വരുമെന്ന ചിന്തയിലാണ് അവളുള്ളത്. യുദ്ധം വിജയിച്ചിരിക്കുന്നു. മുഅത്തത്ത് അള്ളാഹുവിൻ്റെ തിരുദൂതർ വീട്ടിൽ ചെന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ തലോടിക്കൊണ്ട് അസ്മയോട് പറഞ്ഞു, അസ്മാ ബിൻത് ഉമൈസിനോട് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ഭർത്താവ് ജഅഫർ ഉണ്ടല്ലോ, യുദ്ധം വിജയിച്ചുവെങ്കിലും ജഅഫറിനെ പടച്ചറബ് കൊണ്ടുപോയി. അത് പറഞ്ഞപ്പോൾ ഏത് പെണ്ണിനും മനസ്സിലൊരു വിഷമമുണ്ടാകും. വിജയിച്ച യുദ്ധത്തിൻ്റെ തലവനായ എൻ്റെ ഭർത്താവ് മരിച്ചു പോയല്ലോ റബ്ബേ. യുദ്ധം വിജയിച്ചു എന്ന് മദീനത്ത് കേട്ടപ്പോൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഭർത്താവ് മരിച്ചിട്ടാണ് യുദ്ധം വിജയിച്ചത്. ആ സന്ദർഭത്തിൽ മരിക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടെങ്കിലും അത് സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ ഒരു വിഷമമുണ്ടാകും. നബിത്തങ്ങൾ ആ ഭാര്യയെ സമാധാനിപ്പിച്ചുകൊണ്ട് കണ്ണുനീര് തുടക്കുന്ന ഭാര്യയോട് പറഞ്ഞു, ജഅഫറിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, സ്നേഹമുള്ള പെണ്ണിനോട് പറഞ്ഞു, മോളെ നീ കരയണ്ട, ലഖദ് റഅയ്തു ജഅഫറ ഫിൽ ജന്ന, ഞാൻ എൻ്റെ ജഅഫറിനെ സ്വർഗത്തിൽ കണ്ടു. നബിത്തങ്ങളുടെയും കൂടി ജഅഫറാണ്, കാരണം അബൂ താലിബിൻ്റെ മോനല്ലേ, അള്ളാഹിൻ്റെ പരിശുദ്ധ പ്രവാചകന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരനല്ലേ. ജഅഫറിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, പെണ്ണേ ലഖദ് റഅയ്തു ജഅഫറ ഫിൽ ജന്ന ലഹു ജനാഹാനി മുദറജാനി ബിദ്ദിമാ. ആ മഹാനായ മനുഷ്യർ രക്തത്തിൽ പുരണ്ട 2 ചിറകുകൾ കൊണ്ട് പറക്കുന്നതാണ് ഞാൻ കണ്ടത്. രക്തം പുരണ്ട 2 ചിറകുകൾ കൊണ്ട് പരലോകത്ത് പറന്നു നടക്കുന്നതാണ് ഞാൻ കണ്ടത്. സ്വർഗത്തിൽ അദ്ദേഹം പറന്നു നടക്കുന്ന ഞാൻ കണ്ടുവന്ന് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വല്ലാത്ത വാക്കാണ്. ആ പെണ്ണിനപ്പം സമാധാനമായി അവസാനം പോകാനുള്ളത് സ്വർഗത്തിലേക്കാണല്ലോ. അതുകൊണ്ട് സ്വർഗത്തിൽ എൻ്റെ ഭർത്താവിനെ കണ്ടുമുട്ടാമെന്ന സന്തോഷത്തോടെ പെണ്ണ് നിന്നു. ആ പെണ്ണിന് പകരം ഒരു നല്ല ഭർത്താവിനെ കൊടുക്കാൻ നബി തങ്ങൾ ദുആ ചെയ്തു. അങ്ങനെയാണ് ഇദ്ദ കഴിഞ്ഞ ശേഷം മഹാനായ മദീനത്തെ ഏറ്റവും കൂടുതൽ ഈമാനുള്ള ലോകത്തെ മനുഷ്യൻ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വന്നുകൊണ്ട് അസ്മാഇനെ വിവാഹം കഴിച്ചു. ജഅഫറിൻ്റെ ഭാര്യയാകുന്ന അസ്മാ ബിൻത് ഉമൈസിനെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ് പിന്നെ വിവാഹം കഴിച്ചത്. ഈ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വിവാഹം കഴിച്ച ശേഷം സിദ്ദീഖ് തങ്ങൾക്ക് അതിൽ ജനിച്ച കുട്ടിയാണ് മുഹമ്മദ് ഇബ്നു അബൂബക്കർ. ആ കുഞ്ഞിനെ ഗർഭം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഹജ്ജത്തുൽ വദാ വരുന്നത്. പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണം, 10 മാസം ഗർഭം തികഞ്ഞുകൊണ്ട് അസ്മാ പ്രസവത്തോടടുത്ത് നിൽക്കുന്ന സമയം നബി തങ്ങൾ ഹജ്ജിന് പോകുന്നു എന്ന് കേട്ടു. ഹജ്ജ് നിർബന്ധമായ ശേഷം പരിശുദ്ധ പ്രവാചകർ ആ സന്ദർഭത്തിനാണ് ഹജ്ജത്തുൽ വദായിൽ ഹജ്ജിന് പോകുന്നത്. സ്വഹാബത്ത് മുഴുവനും പിന്നാലെ കൂടി വലിയ ഒരു സംഘം. അസ്മാക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, ഗർഭം അവിടെ നിൽക്കട്ടെ. 10 മാസം ഗർഭമുണ്ടെങ്കിലും നബിത്തങ്ങളെ ഹജ്ജ് ചെയ്യുമ്പോൾ കൂടെ കൂടാഞ്ഞാൽ മോശമല്ലേ? ആ പുണ്യം നമുക്ക് കിട്ടില്ലല്ലോ. നബിത്തങ്ങളെ കൂടെയുള്ള ഹജ്ജല്ലേ. അസ്മയും പുറപ്പെട്ടു. മദീനത്ത് നിന്ന് നിങ്ങളൊക്കെ ഉംറക്ക് പോകുമ്പോഴും ഹജ്ജിന് പോകുമ്പോഴും കണ്ടിരിക്കും, 10 കിലോമീറ്റർ ചെന്നാൽ ദുൽഹുലൈഫ എന്ന് പറയുന്ന മീഖാത്തുണ്ട്. അബിയാർ അലി എന്ന് ചരിത്രത്തിൽ പറയും. അബിയാർ അലി, ബിർ അലി, ദുൽഹുലൈഫ 3 ഒന്നാണ്. ആ പ്രദേശത്തുള്ള മീഖാത്തിൽ ചെന്നു. ഇന്ന് നമ്മൾ അവിടെ ചെന്നാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയായി നമുക്ക് ഇഹ്റാം കെട്ടി പുറത്തിറങ്ങാം. അന്ന് ചെറിയ സൗകര്യമല്ലേ ഉള്ളൂ. അവർ ഇഹ്റാമിന് വേണ്ടി അവിടെ തമ്പടിച്ചു. നബി തങ്ങളെ കൂടെ ദീർഘനാൾ ആഗ്രഹിച്ചിരുന്ന വലിയൊരു ആഗ്രഹം പൂവണിയാൻ വേണ്ടി നബി തങ്ങളെ കൂടെ ഹജ്ജിന് പോവുകയാണ്. സ്വഹാബത്ത് മുഴുവനും അവിടെ തമ്പടിച്ചു. ചരിത്രകാരന്മാർ പറയുന്നു, ആ തമ്പടിച്ച സ്വഹാബത്തിൻ്റെ ഇടയിൽ നിന്നവരൊക്കെ ഇഹ്റാം ഇങ്ങനെ ഓരോരുത്തർ കുളിച്ച് മുടി നീക്കി വസ്ത്രം ധരിച്ച് ഇഹ്റാം കെട്ടി വരുമ്പോൾ എല്ലാവരും തയ്യാറായി പോകാൻ നിൽക്കുന്നിടത്ത് ആരോ വന്ന് പറഞ്ഞു, അസ്മാ പ്രസവിച്ചു പോയി. അസ്മാ ബിൻത് ഉമൈസ് സിദ്ദീഖ് തങ്ങളുടെ ഭാര്യ പ്രസവിച്ചു പോയി. നേരത്തെ ജഅഫറിൻ്റെ ഭാര്യയായിരുന്ന ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളെ പിന്നെ വിവാഹം കഴിച്ച് പെണ്ണ് പ്രസവിച്ചു. ഒരു ആൺകുട്ടിയെ നബിത്തങ്ങളെടുത്ത് കൊണ്ടുവന്ന് അവരെ സന്തോഷപ്രകാരം മുഹമ്മദ് എന്ന് നബിത്തങ്ങളുടെ പേര് തന്നെ ഇട്ടു. ആ കുഞ്ഞിനെ അതുപോലെ തന്നെ ഭാര്യയെ മദീനത്തേക്ക് തിരിച്ചയച്ചുകൊണ്ട് നബിത്തങ്ങളുടെ കൂടെ ഹജ്ജിന് പോകാൻ സിദ്ദീഖ് തങ്ങൾ ഉദ്യമിച്ചപ്പോൾ നബിത്തങ്ങൾ പറഞ്ഞു, തിരിച്ചയക്കണ്ട, അവളെ തിരിച്ചയക്കണ്ട, അവൾ തയ്യാറാണെങ്കിൽ അവൾ ഹജ്ജിന് പോന്നു കൊള്ളട്ടെ. അശുദ്ധിയിൽ തന്നെ പെണ്ണിനെ ഇഹ്റാം കെട്ടാമെന്ന് പഠിപ്പിക്കുന്ന മസല പോലും പഠിപ്പിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, പെണ്ണ് പോരട്ടെ, അവൾ എൻ്റെ കൂടെ മക്കയിലേക്ക് വരട്ടെ. നിങ്ങൾ ഓർക്കണം, പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം, പ്രസവിച്ച അന്ന് തിരിച്ച് മദീനയിലേക്ക് മടങ്ങാതെ ഹജ്ജിൻ്റെ പുണ്യമൂർത്ത് കൊണ്ട് നബി തങ്ങളുടെ കൂടെ പോയി. ഹജ്ജത്തുൽ വദായിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതരുടെ കൂടെ പങ്കെടുത്തു. അങ്ങനെ പങ്കെടുത്തുകൊണ്ട് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന മഹദി നോക്കണം നിങ്ങൾ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ പോയിട്ട് ഹജ്ജ് ചെയ്ത് തിരിച്ചു പോന്നു പെണ്ണ്.
അശുദ്ധിയിൽ ശുദ്ധിയാവുന്നവരെ കാത്ത് തവാഫൊക്കെ ചെയ്ത് ശരിക്കും ശുദ്ധിയായിട്ട് വന്നു പെണ്ണ് നോക്കണങ്ങൾ. അന്നൊക്കെ തന്നെ പെട്ടെന്ന് പോയി പോരുമല്ലോ, ദിവസങ്ങളോളം നടന്നിട്ടല്ലേ എത്തുന്നത്. അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ ഹജ്ജത്തിൽ വധാ ചെയ്യാൻ പെണ്ണ് പോയി. നമ്മുടെ പെണ്ണുങ്ങൾ 90 ദിവസം നിൽക്കൂല, അനങ്ങൂല. അങ്ങനെയാണ്. ഞാൻ കുറ്റപ്പെടുത്തലായിക്കോട്ടെ. പക്ഷേ അസ്മാ ആ പുണ്യമോർത്ത് കൊണ്ട് ഹജ്ജിന് നബി തങ്ങളുടെ കൂടെ പോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ പുണ്യം എത്രയാ? ആ പെണ്ണിൻ്റെ ഇൽമും തഖ്വയും അതുകൊണ്ട് തന്നെ വർദ്ധിച്ചു. എന്തൊക്കെ പഠിച്ചു നബി തങ്ങളെ കയ്യിൽ നിന്ന്. എത്ര വലിയ ആലിമത്തായി, എത്രത്തോളം എന്ന് ചോദിച്ചാൽ സിദ്ദീഖ് തങ്ങൾ മരിക്കുന്ന സമയത്തെ ശ്രദ്ധിക്കണം, പെണ്ണുങ്ങളും ആണുങ്ങളും. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ഈമാനുള്ള മനുഷ്യനാണ്. അത്ര ഈമാനുള്ള മനുഷ്യനെ ലോക ചരിത്രത്തിൽ ആരും വേറെ രേഖപ്പെടുത്തിയില്ല. എൻ്റെ തടിയാണ് പോയാലും നബി തങ്ങൾ മതി എന്ന് പറഞ്ഞ ആളാ. ഓർത്തോറിലേക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ ഹിജ്റ പോകുന്ന സമയത്ത് ഈ ഗുഹയിൽ തൽക്കാലം കയറി നിൽക്കുക, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് കരുതി ഗുഹയിലേക്കാണ് കയറുകയാണ്. ആ ഗുഹയിലേക്കാണ് കയറുന്ന സമയത്ത് സിദ്ദീഖ് തങ്ങൾ തടഞ്ഞു. എവിടേക്കങ്ങൾ കയറുന്ന നബിയെ? ഞാനൊന്നാദ്യം കയറി നോക്കട്ടെ, ഇത് പഴയ ഗുഹയാ, വല്ല ജന്തുക്കളുണ്ടാവും, ആ ജന്തുക്കൾ എന്നെ കടിച്ചോട്ടെ, നിങ്ങളെ കടിക്കാൻ പാടില്ല, എനിക്കെന്ത് പറ്റിയാലും ഒരു പ്രശ്നമില്ല, ഞാനത് കടക്കണവരെങ്ങളാണ്, അനങ്ങാൻ പാടില്ല, ലാ തദ്ഖുൽ, കടക്കരുത്, ഹത്താ അസ്തബരി അലോർ, ഹത്താ അസ്തബരി അലോർ, ഞാൻ ഈ ഗുഹയിൽ കയറി ഗുഹ ശുദ്ധീകരിക്കുന്നവരെ നിങ്ങളത് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ സ്നേഹിച്ചുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ ഗുഹയിൽ കയറിയൊക്കെ ശുദ്ധിയാക്കിയിട്ടിറങ്ങി. എന്നിട്ടാണ് നബി തങ്ങളെയും കൂട്ടി കടന്നത്. എന്നിട്ടാണ് ഒരു ദ്വാരം അടക്കാൻ ബാക്കിയുള്ളപ്പോൾ കാലിൻ്റെ പെരുവരൽ വെച്ചത്. അപ്പോഴാണ് പാമ്പ് വന്ന് കടിച്ചതും കരഞ്ഞതും നബി തങ്ങളുടെ മേലേക്ക് കണ്ണുനീരുറ്റിയതും ഉണർന്നതും ചെറുപ്പത്തിലേ പഠിച്ചിട്ടില്ലേ? നമ്മൾ ശ്രദ്ധിക്കണം, അത്ര വലിയ സ്നേഹത്തിനുടമയാണ്. വസിദുഖു ഫിൽ ഗാരി വസിദ്ദീഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ നരിമി മൗലായ സ്വല്ലി വസ. ളന്നുൽ ഹമാമത ളന്നുൽ അൻകബൂത അലാ ഖൈറിൽ ബരിയത്തി ലം തൻസുജ് വലം തഹുമി മൗലായ സ്വല്ലി വസ. മാടപ്രാവ് ഇങ്ങനെ കൂടി ചിലന്തിങ്ങനെ വല കൂട്ടി സിദുക്കും സിദ്ദീഖും എൻ്റെ ഉള്ളിലുണ്ട്. ഇമാം ബൂസരി തങ്ങൾ മനോഹരമായിട്ട് കഥ അങ്ങനെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കില്ല, സമയം 12 മണിയാവുന്നുണ്ട്. അങ്ങനെ സിദ്ദീഖ് തങ്ങൾ അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് നബി തങ്ങളുള്ള സ്നേഹം തെളിയിച്ച കാലം ആ സിദ്ദീഖ് തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ഈമാനുള്ള മനുഷ്യനല്ലേ. ആ മനുഷ്യൻ മരിച്ചപ്പോൾ വസിയത്ത് എന്താ വസിയത്ത്? സിദ്ദീഖ് തങ്ങൾ വസിയത്ത്, എൻ്റെ ഭാര്യ അസ്മാഇൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം. മദീനത്ത് എത്ര വലിയ സ്വഹാബത്തുണ്ട്, മദീനത്ത് എത്ര വലിയ കൊലകൊമ്പങ്ങോരെ മഹത്തുക്കളുണ്ട്. എൻ്റെ ഭാര്യ അസ്മാഇൻ്റെ എന്താ വിശ്വാസ, അവൾക്കറിയാം അതിനെക്കുറിച്ച്, അവൾ ഇൽമ പഠിച്ചിട്ടുണ്ട്. എൻ്റെ മകൾ എൻ്റെ ഭാര്യ അസ്മാഇൻ്റെ മയ്യത്ത് കുളിപ്പിക്കണമെന്ന് വസിയത്ത് ചെയ്തു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. അതിലപ്പുറം എന്താ വേണ്ടത്? ഒരു പെണ്ണിന് കിട്ടുന്ന അംഗീകാരത്തിൻ്റെ അപ്പുറത്തല്ല അംഗീകാരം എന്താ? മാത്രമല്ല സിദ്ദീഖ് തങ്ങളുടെ മയ്യത്ത് ഭാര്യ കുളിപ്പിച്ചു എന്ന് കേട്ടപ്പോൾ സമൂഹത്തിൽ വലിയ ചർച്ചയല്ലോ. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി ഫാത്തിമ ബീവി മരിച്ചപ്പോൾ അസ്മാഇനെ വിളിച്ചു കുളിപ്പിക്കാൻ, ഈ അസ്മാഇനെ വിളിച്ചു, അസ്മാ ബിൻത് ഉമൈസിനെ ഫാത്തിമ ബീവിനെ മയ്യത്ത് കുളിപ്പിക്കാൻ വിളിച്ചു. പെണ്ണുങ്ങൾ നല്ലോണം മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ടാവും. മയ്യത്തിനെ യഥാവിധി കുളിപ്പിക്കാൻ പഠിച്ചിട്ടാണ്. ഉമ്മു കുൽസൂം മരിച്ചു, നബി തങ്ങളുടെ മകൾ ഉമ്മു കുൽസൂം മരിച്ചു. ഉമ്മു കുൽസൂം മരിച്ചപ്പോഴും വിളിച്ചു ബഹുമാനപ്പെട്ട മഹദിയെ. എന്തിനാ അവരെ തന്നെ വിളിച്ചത്? അവർക്ക് ആ വിഷയത്തിൽ നല്ല ഇൽമുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഓരോ വിഷയങ്ങൾ നന്നായി പഠിച്ചാൽ സമൂഹത്തിൽ എത്ര വലിയ സ്ഥാനം ഉണ്ടാവും. മയ്യത്ത് കുളിപ്പിക്കാൻ വരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതരെന്ന് പഠിച്ച ഇൽമുള്ള ഈ പെണ്ണ് വളരെ നല്ല രീതിയിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എൻ്റെ ഭാര്യൻ്റെ മയ്യത്ത് കുളിപ്പിക്കണമെന്ന് വസിയത്ത് ചെയ്യണമെങ്കിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് അതിന്. അപ്പോൾ ഒരു പെണ്ണിൻ്റെ ഇസ്ലാമിക ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഒരു കുടുംബത്തിന് വലിയ തണല. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ഇൽമു വർദ്ധിപ്പിച്ച് കൊടുക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ ചെയ്യേണ്ടത് പെൺമക്കളുണ്ടെങ്കിൽ നല്ലോണം പഠിപ്പിച്ചോളി ദീന്. പെൺമക്കൾക്ക് ദീൻ പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ ഗുണമുള്ള കാര്യം വേറൊന്നുമില്ല. വേഗം കെട്ടിച്ചവിടെ ഇരുന്നപ്പോൾ 18 വയസ്സായിട്ടേ കെട്ടിക്കാൻ പറ്റുള്ളൂ. ഈ 18 വയസ്സായി കെട്ടിക്കണമെങ്കിൽ തന്നെ SSLC വരെ എല്ലാവരും പഠിപ്പിക്കും. പിന്നെ +2 പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് സിലബസുകളുണ്ട്. വഫിയ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫാത്തിമ ഫറ കോളേജ് ഉണ്ട് ദാറുഹുദയിൽ. ഞാൻ അതൊക്കെ പുറമെ ഓരോ സ്ഥലത്തും ഇപ്പോൾ കുട്ടികൾക്ക് +2 പ്രൈവറ്റായിട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് മതപരമായ ഫിഖും ഹദീസും അതുപോലെ തന്നെ ഒരല്പം പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു കൊടുക്കുന്ന കോഴ്സുകൾ വന്നിട്ട് അതൊക്കെ പഠിപ്പിക്കണം പെൺകുട്ടികളെ. കാരണം പെൺകുട്ടികൾ ശരിക്കും പഠിച്ചാൽ സമൂഹത്തിൽ വലിയ മാറ്റം വരും. ഒരു പെണ്ണ് നന്നായാൽ കുടുംബം നന്നാവുന്ന, ഭർത്താവിനെ വരെ നന്നാക്കാൻ പറ്റും, ഭർത്താവിനെ വരെ നന്നാക്കാൻ പറ്റുമെന്നതിൻ്റെ വ്യക്തമായ തെളിവുണ്ട്. അതാണ് മാതൃക മഹിളയാകുമ്പോൾ ഉണ്ടാവുക. മാതൃകത, റോൾ മോഡൽ. ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മദീനത്തൊരു പെണ്ണുണ്ടായിരുന്നു, പെണ്ണിൻ്റെ പേര് റുമൈസ എന്ന. റുമൈസ എന്ന് പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ ശരിക്കുള്ള പേര് റുമൈസ എന്ന, പക്ഷെ വിളിക്കുന്ന പേര് ഉമ്മു സലീം എന്ന. ഉമ്മു സലീമിൻ്റെ ഭർത്താവ് ആ മുസ്ലിമേൽ. അങ്ങനെ ഉമ്മു സലീം ഈ ഭർത്താവിനെ ജീവിക്കുമ്പോൾ ഇസ്ലാം ഇങ്ങനെ പ്രചരിച്ചു വരുന്ന സമയത്ത് ഇസ്ലാം ഇങ്ങനെ പ്രചരിച്ച് വരികയാണ്. അപ്പോൾ ഉമ്മു സലീം മുസ്ലിമത്തായി. ഓൾക്ക് ഇസ്ലാമിനെ ഉൾക്കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള മോഹമുണ്ടായി. കൽബുക്ക് തെക്ക് വന്നാൽ പിന്നെ അങ്ങനെയല്ലേ. അള്ളാഹു നമ്മുടെ കൽബിൽ തെക്കുവ വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ. കൽബുക്ക് തെക്കുവണ് കയറിയപ്പോൾ പെണ്ണ് മുസ്ലിമായി.
പെണ്ണ് മുസ്ലിമായപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ കല്ല് മുള്ള് പോലുള്ള സാധനങ്ങളൊക്കെ ആരാധിക്കുന്നത്? എന്തിനാ? എന്താ നമുക്കതുകൊണ്ട് കിട്ടുക? നമ്മൾ ശരിക്കും പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളായി പടച്ച റബ്ബിനെ ആരാധിക്കണ്ടേ? ശരിക്കും പെണ്ണ് തൻ്റെ ഭർത്താവിനെ നല്ല രീതിയിൽ ഉപദേശിച്ച് നോക്കി. പക്ഷേ എത്ര പറഞ്ഞാലും ഇയാൾക്ക് കയറൂല. ഇയാൾക്ക് എത്ര പറഞ്ഞാലും ശരി, ഇയാൾക്ക് ആ വിഷയത്തിലേക്ക് യാതൊരു തരത്തിലും ഇയാൾക്ക് കയറില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഇതിലേക്ക് അർപ്പിക്കണേ. എല്ലാവരും അവനോട് കഴിയുന്ന സഹായങ്ങൾ ഇതിലേക്ക് അർപ്പിക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആരും മോശമാക്കേണ്ട, നല്ല രീതിയിൽ കയ്യിലുള്ളതൊക്കെ നല്ലതിട്ടോളി. പരിശുദ്ധ റമദാനാണ്. ഒരു മദ്രസയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് കുട്ടികളത് എടുക്കുന്നത്, നമ്മുടെ പ്രവർത്തകർ നേതാക്കളത് എടുക്കുന്നത്. അള്ളാഹു ഇതിനു വേണ്ടി കൊടുക്കുന്നവരുടെ കൈകളെ ഒരിക്കലും തളർത്താതിരിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഇതിന് കൊടുക്കുന്ന ആളുകൾക്ക് മരണം വരെ ഒരുത്തനും പോലും കൈ നീട്ടേണ്ട ഗതി നീ വരുത്തല്ല തമ്പുരാനെ. ആ നെയ്യത്തിന് നന്നായി കൊടുത്തോളി. പെണ്ണുങ്ങളൊക്കെ സ്വർണ്ണം വരേണ്ടി കൊടുത്തോളി. കാരണം കൊടുക്കാൻ പറ്റിയ നല്ല സമയമാണ്. വിശുദ്ധ റമദാന. ഇരട്ടിക്കരട്ടി പ്രതിഫലം മാത്രമല്ല, ദീൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടിയാണ് നമ്മുടെ SKSF ഇതിൻ്റെ വരുമാനം ഉപയോഗപ്പെടുത്തുന്നത്. അള്ളാഹു അതിനുവേണ്ടി നിലകൊള്ളുന്നവർക്കൊക്കെ ഹൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. കുറഞ്ഞ സമയത്ത് മുമ്പിലോട് ഒരുപാട് പറയേണ്ടതാണ്. ഈ ബഹുമാനപ്പെട്ട റുമൈസ എന്ന് പറയുന്ന ഉമ്മു സലീം തൻ്റെ ഭർത്താവിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പഠിച്ച പണി 18 നോക്കി. ഇയാൾക്കിത് പറയും തോറും ദേഷ്യം പിടിച്ച് അവസാനം ഇയാൾ വിട്ടുപോയി. ഇയാൾ ദേഷ്യം പിടിച്ചിട്ട് ഭാര്യനെ വിട്ടെറിഞ്ഞ് പോയി. എവിടെയോ പോയി, ഇയാൾ ഒറ്റയ്ക്ക് പോയി എവിടെയോ കിടന്ന് മരിച്ചുപോയി. അയാൾ മരിച്ചു എന്നുള്ള വിവരം കിട്ടിയപ്പോൾ റുമൈസ എന്ന് പറയുന്ന പെണ്ണ് തൻ്റെ യുദ്ധ കാലഘട്ടമൊക്കെ പൂർത്തിയായതിൻ്റെ ശേഷം ഇനിയൊരു വിവാഹം കഴിക്കാന്നുള്ള കണ്ടീഷനിലാണത്. അപ്പോഴാണ് ചരിത്രം ആരംഭിക്കുന്നത്. മദീനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹാബി സെയ്ദ് ബിൻ സഹൽ, അയാൾ മുസ്ലിം ഒന്നുമല്ല. സെയ്ദ് ബിൻ സഹൽ എന്ന് പറയുന്ന ആൾ, അയാളുടെ പേര് അബൂ ത്വൽഹത്തുൽ അൻസാരി എന്ന്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. മുസ്ലിമായതിൻ്റെ ശേഷം പിന്നെ അയാൾ അറിയപ്പെട്ടത് അബൂ ത്വൽഹത്തുൽ അൻസാരി എന്നാണ്. ഈ അബൂ ത്വൽഹത്തുൽ അൻസാരി എന്ന് പറയുന്ന പൂർവ്വകാലത്ത് സെയ്ദ് ബിൻ സഹൽ വന്നിട്ട് ഈ പെണ്ണിനോട് പറഞ്ഞു, റുമൈസ, നിന്നെ ഞാൻ കെട്ടാം, നിന്നെ ഞാൻ വിവാഹം കഴിക്കാം, ഞാൻ നിന്നെ വിവാഹം കഴിക്കാം, നിനക്കെന്താ അതിന് തടസ്സമുണ്ടോ എന്ന് ചോദിച്ചു. അതിന് റുമൈസ പറഞ്ഞൊരു മറുപടി ഉണ്ട്. റുമൈസ എന്ന് പറയുന്ന പെണ്ണ് പറഞ്ഞു, ഇന്ന മിഥലക്കയാ അബാ ത്വൽഹ യുറദ്ദു, ഇന്ന മിഥലക്കയാ അബാ ത്വൽഹ, നിന്നെ പോലത്തെ ഒരാൾ അബൂ ത്വൽഹ വന്നുകൊണ്ട് വിവാഹാഭ്യർത്ഥന നടത്തിയാൽ ലാ യുറദ്ദു, മടക്കാൻ പറ്റൂല. നീ എന്നെ വന്ന് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞാൽ എനിക്കത് വിടാൻ പറ്റൂല. കാരണം നീ നല്ലവനാണ്, നല്ല കുടുംബക്കാരന്. പക്ഷേ വലാകിന്നീലൻ അതസവ്വജക, പക്ഷെ ഇപ്പം നിന്നെ ഞാൻ കെട്ടൂല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നിന്നെ ഞാൻ വിവാഹം കഴിക്കൂല. കാരണം എന്താ? റുമൈസ നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്. ഒരു ഭർത്താവ് അവൾക്കുണ്ടായിരുന്നു. ഭർത്താവ് എവിടെയോ പോയി മരിച്ചു, മുസ്ലിമാകാതെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിൻ്റെ പേര് അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർക്ക് ഖിദ്മത്തെടുത്തിരുന്ന അനസാണ്. അനസ് റളിയല്ലാഹു തആലയുടെ ഉമ്മയാണത്, ഉമ്മു സുലൈം. ആ അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്ന നബി തങ്ങളുടെ ഖാദിമിനെ കുറിച്ച് ചരിത്രത്തിൽ ഒരുപാട് പറയുന്നുണ്ട്. അത് പറയുമ്പോൾ വിഷയം വ്യതിചലിച്ചു പോകും. ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു. റുമൈസ പറഞ്ഞു, ഇപ്പം ഞാൻ നിന്നെ കെട്ടൂല, കാരണം നീ കാഫിറാണ്. അന്ത റജുലുൻ കാഫിർ, നീ കാഫിറായ മനുഷ്യനല്ലേ. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, കാഫിർ എങ്ങനെ മുസ്ലിമിനെ കെട്ടാൻ വന്നു? അന്നങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതരുടെ മകളെപ്പോലും കിട്ടിയത് അമുസ്ലിമല്ലേ? നോക്ക് നിങ്ങൾ, ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ പ്രിയപ്പെട്ട മകൾ സൈനബിനെ ആരാ കെട്ടിയത്? അബുൽ ആസ് ബിൻ റബീ. അബുൽ ആസ് ആരാ? അമുസ്ലിമാണ്. ബദറിൽ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്ന ആളാണ് അബുൽ ആസ്. അന്ന് ഹിജ്റ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുംതഹിനയിലെ ആയത്തിറങ്ങുന്നതിൻ്റെ മുമ്പ് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ വിവാഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റുമൈസക്ക് വേണമെങ്കിൽ ഇയാളെ കെട്ടാം, ഒരു തടസ്സവും ദീനിലില്ല. അയാളെ വിവാഹം കഴിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ റുമൈസ എന്ന് പറയുന്ന ഉമ്മു സലീം എന്ന് പറയുന്ന പെണ്ണ് പറഞ്ഞെന്താ, ഞാൻ കെട്ടൂല, നിങ്ങൾ കാഫറല്ലേ. അപ്പോൾ ഇയാൾ വിചാരിച്ചെന്താ അറിയോ, അന്നൊക്കെ പെണ്ണുങ്ങൾക്ക് നല്ല സമ്പത്ത് കിട്ടും. പ്രത്യേകിച്ച് സൗന്ദര്യമുള്ള പെണ്ണാണെങ്കിൽ നല്ല മഹർ കിട്ടും, പറഞ്ഞ മഹർ ഇഷ്ടം പോലെ കിട്ടും. അപ്പം മഹർ നല്ലോണം വാങ്ങിക്കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പെണ്ണ് പറയാമെന്ന് ഇയാൾ വിചാരിച്ച്. ഇയാൾ പറഞ്ഞു, നീ സമ്പത്ത് കൂടുതൽ കിട്ടാനും മഹർ കൂടുതൽ കിട്ടാനും വേറെ ആളെ തേടുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, എത്ര സ്വർണ്ണ നീ പറയുന്നത് അത്രയാണ് തരാമെന്നു. നീ എത്ര സ്വർണ്ണമാണ് പറയുന്നത് അത്ര ഞാനത് തരാമെന്നു. അപ്പം ഈ പെണ്ണ് പറഞ്ഞൊരു വാക്കുണ്ട്, അത് പറയാനാണ് ഞാനിത് പറഞ്ഞു. അപ്പം ഈ പെണ്ണ് പറഞ്ഞൊരു വാക്കുണ്ട്, എത്ര സ്വർണം വേണമെങ്കിലും നിന്നെ കെട്ടാൻ ഞാൻ തരാം, ഞാൻ ഇപ്പം മുസ്ലിം ആകാനൊന്നും ഇല്ല എന്ന് അയാൾ പറയണത്. ഇസ്ലാമിക്ക് വരാനൊന്നും ഇപ്പം എനിക്ക് താല്പര്യമില്ല, ഞാൻ എന്നെ കെട്ടാൻ തയ്യാറാണ്, പക്ഷേ എത്ര സ്വത്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. അപ്പം ഈ പെണ്ണ് പറഞ്ഞൊരു വാക്കുണ്ട് താരീഖിൻ്റെ കിതാബിൽ, പെണ്ണുങ്ങൾ പഠിക്കണം. ഉഷ്ഹിദുല്ലാഹ വറസൂലഹു, ഉഷ്ഹിദുല്ലാഹ വറസൂലഹു, ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറയട്ടെ. ആ പെണ്ണ് പറയുകയാണ്, അന്നക ഇൻ അസ്ലംത റദീതു ബിക സൗജാ, നിങ്ങൾ മുസ്ലിമാകാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. മിൻ ഒയരി ദഹബിൻ വലാ ഫില്ല, എനിക്ക് സ്വർണവും വേണ്ട വെള്ളിയും വേണ്ട, ഒരു മഹറും നിങ്ങൾ തരേണ്ട, സ്വർണം വേണ്ട എന്നൊരു പെണ്ണ് പറയണതേ.
എന്നിട്ട് പറഞ്ഞു ജഅൽതു ഇസ്ലാമക ലീ മഹ്റാ. ആ വാക്കൊന്ന് കേൾക്കണം പെണ്ണുങ്ങള്, ആണുങ്ങളും. വജഅൽതു ഇസ്ലാമക ലീ മഹ്റാ, എൻ്റെ മഹർ നിങ്ങൾ മുസ്ലിമായാൽ അത് തന്നെ മതി. ഒരു മനുഷ്യനെ എനിക്ക് മുസ്ലിമാക്കാൻ കഴിഞ്ഞല്ലോ, എൻ്റെ കൂലി എനിക്ക് പരലോകത്ത് കിട്ടുമല്ലോ, ആ മഹർ മതി എനിക്ക്. നിങ്ങളെ ഇസ്ലാമാണ് എൻ്റെ മഹർ. നിങ്ങളൊരു പെണ്ണ് പറയോ? പ്രത്യേകിച്ച് പെണ്ണ് പറഞ്ഞ വാക്കെന്താ? എനിക്ക് സ്വർണ്ണം വേണ്ട, വെള്ളിയും വേണ്ട, മിൻ ഓയിൽ ദഹബിൻ വലാ ഫിദ്ദ, സ്വർണ്ണം എനിക്ക് വേണ്ട. ഒരു പെണ്ണങ്ങനെ ദുന്യാവെന്ന് അങ്ങനെ പറയുന്നത് ആലോചിച്ച് നോക്കി. പെണ്ണുങ്ങളും സ്വർണ്ണം തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിയില്ലേ? അങ്ങനെയുള്ള തമാശയ്ക്ക് പറയില്ലേ, ബോധം കെട്ടിക്കിടക്കണ പെണ്ണാണെങ്കിൽ ജ്വല്ലറിക്ക് പോകാൻ അപ്പം നീച്ചിരിക്കൂലേ? അപ്പം നീച്ചിരിക്കും. എന്താ കാരണം? സ്വർണ്ണം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ ദൗർബല്യം. അതേത് വയസ്സ് കാലത്താണ് ഒരു മാല കിട്ടിയാൽ എല്ലാം സന്തോഷമായിരിക്കും. അങ്ങനെയാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചുള്ള സ്വർണ്ണത്തിൻ്റെ അവസ്ഥകൾ പെണ്ണുങ്ങളായിട്ടൊന്ന് ചോദിച്ചു നോക്കണം. അപ്പോഴേ അവർ പറഞ്ഞിരുന്നത് ആ രീതിയിൽ ബന്ധമുള്ളൊരു പെണ്ണ് പറയും സ്വർണ്ണേ വേണ്ടെങ്കിൽ മുസ്ലിം ആയാൽ മതി എന്നൊരു സംഭവമല്ലേ? അതുകൊണ്ടാണല്ലോ മദീനത്ത് അതൊരു വലിയ സംഭവമായത്. മദീനത്ത് സ്വഹാബത്ത് മുഴുവൻ പറയുമായിരുന്നു, മാ സമിഅനാ മഹ്റൻ ഖത്തു, മാ സമിഅനാ മഹ്റൻ ഖത്തു, ഞങ്ങൾ ഒരു മഹറും കേട്ടിട്ടില്ല. അക്രമ മിൻ മഹ്രി ഉമ്മി സുലൈം, ഉമ്മു സുലൈം വാങ്ങിയ മഹറിനെ പോലത്തെ ഒരു മഹർ ദുനിയാവിൽ ഞങ്ങൾ കേട്ടിട്ടില്ല പഠിച്ചോനെ. എന്താണ് ആ മഹർ? ഫഖദ് ജഅലത സ്വദാഖഹൽ ഇസ്ലാം, ആ പെണ്ണ് തൻ്റെ മഹറായിട്ട് സ്വീകരിച്ചത് ഒരാളെ ഇസ്ലാമാണ്. ആ പെണ്ണിന് എത്രയോ കൂലി പരലോകത്ത് എന്ന് ജനങ്ങളൊക്കെ പറയുമായിരുന്നു എന്ന് മദീനത്ത് സ്വഹാബത്തൊക്കെ ഇങ്ങനെ പറഞ്ഞതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ട്. ഈ പെണ്ണ് എവിടെ എത്തിയെന്നറിയങ്ങൾ? ഞാനത് സൂചിപ്പിക്കാനായിട്ട് പറഞ്ഞത്, ഈ പെണ്ണിൻ്റെ ഭർത്താവ് അബൂ ത്വൽഹ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അബൂ ത്വൽഹക്ക് ഒരു താല്പര്യമില്ലല്ലോ. പെണ്ണ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും വേണ്ട നിങ്ങൾ വന്നോളി എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഇസ്ലാമിക്ക് വന്നു. അപ്പോൾ അയാൾ സ്വർണ്ണമൊന്നും കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ മുസ്ലിമായ ആളാ. നേരത്തെ അയാൾക്ക് ഇസ്ലാമിക്ക് വരാൻ താല്പര്യം ഓളെ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഇയാൾ മുസ്ലിം ആകണ്ടേ? അങ്ങനെ ഇയാൾ മുസ്ലിമായി. ഈ മനുഷ്യൻ മുസ്ലിം ചാര്യത മണക്കുന്നാണല്ലോ. കൂടെ കിടക്കുന്ന പെണ്ണല്ലത്. ഈ പെണ്ണിൻ്റെ ഈമാൻ എത്രയാ? ഓക്ക് വേണമെങ്കിൽ അന്നത്തെ കാലത്ത് അമുസ്ലിമിനെ തന്നെ കെട്ടാലോ. പക്ഷെ ഒരാളെ മുസ്ലിം ആക്കുക എന്നുള്ളത് അവളെ മനസ്സിൻ്റെ ഈമാൻ്റെ ബല. ആ പെണ്ണിൻ്റെ കൂടെ ഇയാൾ ജീവിച്ച് കുറച്ചു കാലം ജീവിച്ചപ്പോഴേക്കും ഈ മനുഷ്യൻ എവിടെ എത്തിയെന്ന് അറിയില്ല. അതാ പഠിക്കേണ്ടത്. ഈ അബൂ ത്വൽഹ എവിടെത്തി? ഇസ്ലാമിക വിശ്വാസമില്ലാതെ കാഫറായി നടന്നിരുന്ന ഈ മനുഷ്യൻ ഇസ്ലാമിക്ക് വന്നിട്ട് നബിത്തങ്ങളെടുത്ത് ഇൽമൊക്കെ പഠിച്ച് പെണ്ണിൻ്റെ കൂടെ ജീവിച്ച് ഈ പെണ്ണിൻ്റെ ഈമാൻ ഇയാളിലേക്ക് പകർന്ന് ഒരു പെണ്ണ് എത്രത്തോളം ഇയാളെ നന്നാക്കിയെന്നറിയോ? ഒരൊറ്റ സംഭവമാണ് പറഞ്ഞാൽ മനസ്സിലാവുന്നത്. ഇയാൾക്ക് മദീനത്ത് വലിയൊരു തോട്ടമായിരുന്നു. അന്നഹു കാനലഹു ബുസ്താനും മിൻ നഖീലിൻ വഅനാബ്. ആ മനുഷ്യന് മദീനത്ത് ഏറ്റവും നല്ല മുന്തിരിയുടെയും ഈത്തപ്പഴത്തിൻ്റെയും തോട്ടമുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ. ഈ മനുഷ്യൻ്റെ മനസ്സിന് വന്ന പരിവർത്തനം, ഇസ്ലാമിലേക്ക് വരാൻ അയാൾക്ക് നേരത്തെ താല്പര്യമില്ല, വന്നു ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, എന്നിട്ട് ഈ പെണ്ണിൻ്റെ കൂടെ ജീവിച്ചു. ആ പെണ്ണ് അയാളെ നന്നാക്കി. ആ പെണ്ണ് അയാളെ നന്നാക്കി കൊണ്ടുവന്ന് എവിടെ എത്തിയെന്നറിയുമോ? ലം തഅരിഫ് യസ്രിബു ബുസ്താനൻ അഅ്ളമ മിൻഹു ശജറ. അത്ര നല്ല മരങ്ങളുള്ള തോട്ടം മദീനയിൽ, യസ്രിബ് എന്ന് പറഞ്ഞാൽ മദീനക്ക് പരിചയമില്ല. അത്ര നല്ല മരങ്ങളുള്ള ഒരു തോട്ടം മദീനത്ത് വേറെയില്ല. വല അത്യബ സമറ, നല്ല പഴങ്ങൾ തിങ്ങി നിൽക്കുന്ന മുന്തിയ തരം പഴമുള്ള അത്തരം തോട്ടം വേറെ മദീനത്തില്ല. വല അഅദബമാ, അത്ര നല്ല വെള്ളം കിട്ടുന്ന തോട്ടവും വേറെയില്ല. നല്ല വെള്ളം കിട്ടുന്ന തോട്ടം, നല്ല പഴങ്ങൾ വിരിയുന്ന മരം, നല്ല കാഴ്ച ഭംഗിയുള്ള തോട്ടം, അങ്ങനത്തെ തോട്ടമേ മദീനത്തില്ല. വഫീമാ കാന അബൂ ത്വൽഹത യുസല്ലി തഹ്ത അഫിയാഇഹിൽ ലലീല. അയാൾ എന്നും തോട്ടത്തിലേക്ക് പോകും, പണിയെടുക്കും, സമയമാകുമ്പോൾ ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കും. ഈ പെണ്ണ് അയാളെ പഠിപ്പിച്ചിട്ടുണ്ട് ശരിക്ക്. ഒരു ദിവസം അയാൾ തോട്ടത്തിൽ പണിയെടുക്കുമ്പോൾ ബാങ്ക് വിളിച്ചു, നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടി. നിസ്കരിക്കുമ്പോൾ അസാറൻ തിബാഹു, ആ മനുഷ്യൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. അദ്ദേഹം തക്ബീർ കെട്ടിങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. ആര്? ത്വാഇറുൻ ഓരിദുൻ, ഒരു കുറുകുന്ന പക്ഷി. ഒരു പക്ഷി ഇങ്ങനെ ചലിക്കുന്നു, ചിലക്കുന്ന ഒരു പക്ഷി. ഒന്നിങ്ങനെ നോക്കിപ്പോയി. എങ്ങനത്തെ പക്ഷിയാ? ആ പക്ഷി അഖ്ദറുൽ ലൗൻ, നല്ല പച്ച നിറത്തിലുള്ള പക്ഷി. അഹ്മറുൽ മിങ്കാർ, ചുവന്ന ചുണ്ടും അതുപോലെ പച്ച നിറവുമുള്ള പക്ഷി ഇങ്ങനെ കുറുകുന്നത് കണ്ടപ്പോൾ വസബഹ ബിഫിക്രിഹി മഅഹു, ആ പക്ഷിയിൽ ലയിച്ചുകൊണ്ട് കുറച്ചു നേരം തൻ്റെ തോട്ടത്തിലെ പക്ഷി ഇങ്ങനെ പറക്കണത് നോക്കി നിന്നു. ഒരു മരത്തുമൊക്കെ പക്ഷി പാടുന്നു ചാടുന്നു. ഇങ്ങനെ നോക്കി നിന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. ആ പക്ഷിനെ ഇങ്ങനെ നോക്കി. പെട്ടെന്ന് നിസ്കാരത്തിലാണല്ലോ എന്ന് ഓർമ്മ വന്നു. ഫൈദാഹു വല്ലായത് കുറുക്കം സൊല്ല. എത്ര റക്കായത്തായി എന്ന് പിടുത്തം കിട്ടിയില്ല. പക്ഷിനെ ഇങ്ങനെ നോക്കി, പക്ഷി ചാടിന് രണ്ടെണ്ണം നോക്കിയപ്പോഴത്തേനും റക്കായത്തിൻ്റെ എണ്ണം പോയി. ആകെ പേടിച്ചു. ആ നിസ്കാരം പൂർത്തിയാക്കി. ഈമാനാണത്. ഇസ്ലാമിലേക്ക് വരാൻ താല്പര്യമില്ലാതെ പെണ്ണ് മുസ്ലിമാക്കിയ ഈ മനുഷ്യൻ, ആ പെണ്ണ് തെർബിയത്ത് കൊടുത്തുകൊണ്ട് തൻ്റെ കൂടെ ജീവിപ്പിച്ച് പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ അസറ് കൊണ്ടാൽ ചെയ്ത പണി എന്താ? നിസ്കാരം കഴിഞ്ഞപ്പോൾ ഓടി ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് മദീനത്തെ പള്ളിയിൽ ചെന്നിട്ട് ഉറക്കെ പറഞ്ഞ്, നബിയെ ഇഷ്ഹദ് യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾ സാക്ഷിയാണ്, നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു. അന്നീ ജഅൽതു ഹാദൽ ബുസ്താന സ്വദഖത്തൻ ലില്ലാഹി തആല, എൻ്റെ ആ തോട്ടം മുഴുവൻ ഞാൻ പടച്ചറബിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്തിരിക്കുന്നു നബിയെ, ഞാനത് സ്വതക്ക ചെയ്തിരിക്കുന്നു നബിയെ. എൻ്റെ നിസ്കാരം പഠിപ്പിച്ച തോട്ടം ഇനി എനിക്ക് വേണ്ട, എൻ്റെ നിസ്കാരം പഠിപ്പിച്ച തോട്ടം ഇനി എനിക്ക് വേണ്ട. ഫളഅഹു, അത് നിങ്ങൾ വെച്ചോളൂ. ഹൈസു യുഹിബ്ബുല്ലാഹു വറസൂലുഹു, അള്ളാഹുവിനും പ്രവാചകർക്കും ഇഷ്ടമുള്ള ദീനിൻ്റെ മാർഗത്തിൽ അത് ചെലവഴിച്ചു കൊള്ളണേ, എനിക്കിനി ആ തോട്ടം വേണ്ട എന്ന് അബൂ തൽഹ പറഞ്ഞതായി ഹദീസിൻ്റെ കിതാബിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നു. ദീനിക്ക് വരാൻ താല്പര്യമില്ലാത്ത മനുഷ്യനെ നിസ്കാരം തന്നെ പച്ചപ്പെടുന്നത് തോട്ടം തന്നെ കൊണ്ടുകൊടുത്തു ദീനിന്. ഇത് ഈ പെണ്ണ് വരുത്തിയ മാറ്റാണ്. ഇതാണ് ഒരു പെണ്ണൊരു മനുഷ്യൻ്റെ മനസ്സിൽ, പെണ്ണിനെ കൊണ്ട് മനുഷ്യൻ നന്നാവും ചെയ്യും, വഷളാവും ചെയ്യും. പെണ്ണ് ശരിക്ക് ദീനീബോധമുള്ള പെണ്ണാണെങ്കിൽ കുടുംബത്തിൽ പരിവർത്തനത്തിൻ്റെ പടപ്പാട്ട് വരുത്തും പെണ്ണ്. ആ പെണ്ണിന് ആ കുടുംബത്തെ ശരിക്ക് കുളം തോണ്ടാനും കഴിയും, നന്നാക്കാനും കഴിയും. ഇവിടെ കുടുംബത്തിൽ കയറി വരുന്ന പെണ്ണ് നല്ല ദീനീബോധമുള്ള പെണ്ണാണെങ്കിൽ ആ പെണ്ണിനെ കൊണ്ട് ആ കുടുംബത്തിൽ എന്തോ ഒരു നല്ല മട്ടുണ്ടാവുമെന്നറിയോ. അള്ളാഹു നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ല ദീനീബോധം കൊടുക്കുമാറാവട്ടെ. നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണത്. വളരെ പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും വേണം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുകഴ്ത്തിയ ഇതുപോലത്തെ ഒരുപാട് സഹോദരിമാരുണ്ട്. ഞാൻ എല്ലാം പറയാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ അള്ളാഹുവിൻ്റെ തിരുദൂതർ വരെ സ്ത്രീകളുടെ ബുദ്ധിയെയും ശക്തിയെയും ശരിക്കും അഭിനന്ദിച്ചിരുന്നു. പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ അവഗണിക്കണ്ടെന്നല്ല, അവഗണിക്കാന്നുണ്ടാൽ അങ്ങനെ എല്ലാത്തിനും പെണ്ണുങ്ങളോട് ചോദിക്കും. ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അവർക്ക് ചില കാഴ്ചപ്പാടുണ്ടാവും. അവരെ കാഴ്ചപ്പാട് വളരെ പ്രധാനമായിരിക്കും. എത്രത്തോളം ഒറ്റ സന്ദർഭം അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുദൈബിയ സന്ധി ഒപ്പിട്ട സന്ദർഭമുണ്ടല്ലോ, വല്ലാത്തൊരു അടങ്ങേറുള്ള സംഗതിയാണ്. മുസ്ലിങ്ങൾ മക്കത്ത് ജീവിച്ച് സഹി കെട്ട് അവിടുന്ന് മദീനത്തേക്ക് പോയതാ. ഹിജ്റ പോയി തിരിച്ചൊരു ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് മദീനത്ത് നിന്ന് വരികയാണ്. ഹുദൈബിയയിൽ വെച്ച് ശത്രുക്കളെ തടഞ്ഞിട്ട് നിങ്ങൾ പോകാൻ പാടില്ല. ഹുദൈബിയ സന്ധി അങ്ങനെയാണല്ലോ. ചരിത്രം ഒക്കെ പറയുമ്പോഴേക്കും സമയം പാടാവുകയെ ശരിക്കും പെണ്ണുങ്ങൾ മനസ്സിലാക്കാനോ ആണുങ്ങൾ മനസ്സിലാക്കാനോ ഞാനിത് പറയുന്നത് പെണ്ണിൻ്റെ ബുദ്ധി. അള്ളാഹിൻ്റെ പരിശുദ്ധ പ്രവാചകരും സ്വഹാബത്തും നേരെ എങ്ങനെ വരികയാണ്. നേരെ മദീനത്ത് നിന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് വന്ന് മക്കയുടെ 20-22 കിലോമീറ്റർ അപ്പുറത്തുള്ള സുമൈസി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹുദൈബിയ. അവിടെ എത്തിയപ്പോൾ ശത്രുക്കൾ തടഞ്ഞു. മക്കത്തേക്ക് വരാൻ പറ്റൂല. മക്കത്തേക്ക് വരാൻ പറ്റൂല എന്ന് മാത്രമല്ല, നിങ്ങളിപ്പോൾ മടങ്ങിപ്പോണം. ഒരു കരാർ എഴുതാൻ അവർ എന്താ കരാറ്? അവർ പറഞ്ഞ കരാർ ഇസ്ലാമിന് പൂർണ്ണ വിരുദ്ധ. ഒന്നാമത്തെ കരാർ ഇക്കൊല്ലം തിരിച്ചു പോകണം, അടുത്തൊല്ലം വരാം. മക്കത്ത് നിന്ന് ഒരാൾ വിശ്വസിച്ച് അവിടെ വന്നാൽ അങ്ങോട്ട് തിരിച്ചയക്കണം. അവിടുന്ന് ഒരാൾ അവിശ്വാസം വിട്ടുകിട്ട് വന്നാൽ തിരിച്ചയക്കൂല. വല്ലാത്തൊരു സങ്കടമല്ലേ ഇത്. വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. എത്രത്തോളം എന്ന് വെച്ചാൽ കരാറിങ്ങനെ എഴുതുകയാണ്. സുഹൈലാണ് മറുവശത്ത് നബിത്തങ്ങൾ അപ്പുറത്ത്. സുഹൈൽ എഴുതി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം നബിത്തങ്ങൾ എഴുതിയ കരാർ. സുഹൈൽ പറഞ്ഞു, എന്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം? മർ റഹ്മാൻ, ആരായി റഹ്മാൻ? ലാതിരി, എനിക്കറിയില്ല. ഉക്തുബ് ബിസ്മിക്കല്ലാഹുമ, ബിസ്മിക്കല്ലാഹുമ എന്ന് എഴുതിയാൽ മതി, റഹ്മാൻ റഹീം ഒന്നും വേണ്ടാർ. അള്ളാഹിന് അവർക്ക് വിശ്വാസമുണ്ട്. കാരണം ഏതല്ല? ബഹുദൈവം. അപ്പോൾ അവർ അള്ളാന്ന് പറയും ദൈവത്തിന്. അതാ റഹ്മാൻ റഹീം ഒന്നുമില്ല, ഞങ്ങൾക്കറിയില്ല. അപ്പം നബിത്തങ്ങൾ വെട്ടി. സിദ്ദീഖ് തങ്ങൾ, ഉമർ തങ്ങൾ ചോദിച്ചു, എന്തിനാ നബി അത് വെട്ടിയിട്ട് പോലെ അംഗീകരിക്കേണ്ട ആവശ്യം എന്താ? ശക്തി ഉണ്ടെന്ന് മുസ്ലിങ്ങൾ ഇതെപ്പോഴാ? ഹിജ്റ 6-നാണ്. ഹിജ്റ 2 ബദർ നടന്നു, ഹിജ്റ 3 ഉഹുദ് നടന്നു. ശത്രുക്കൾക്ക് ജയിച്ചടക്കി വരില്ലേ? അപ്പോൾ വേണമെങ്കിൽ അവരെ തട്ടിത്തകർത്ത് മുന്നോട്ട് പോകാം. പക്ഷെ നബി തങ്ങൾ വേണ്ട, ഇസ്ലാം ഒരു അപകടത്തിൻ്റെ മതാന്ന് ബോധ്യപ്പെടുത്തേണ്ട, സമാധാനപ്പെടുത്തുകൊണ്ട് വിജയം പിന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എഴുതി മുഹമ്മദ് റസൂലുള്ളാഹിനെ. സുഹൈൽ പിന്നെ ഇടപെട്ടു. എന്ത് റസൂലുള്ളാഹി? നീ റസൂലാന്ന് ഞങ്ങൾ സമ്മതിച്ചാൽ പിന്നെ എന്നോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾ വരുമോ? വല്ലാഹി ലൗ കുന്നാ നഅലമു അന്നക റസൂലുള്ളാഹി, ഈ റസൂലാന്ന് ഞങ്ങൾക്ക് വിശ്വാസമെങ്കിൽ മാ സ്വതനാക്ക അന്നെ ഞങ്ങൾ തടിയില്ല. അനിൽ ബൈത്ത്, ഈ കാബത്ത് നിങ്ങൾക്ക് പോകാൻ തടിയില്ല. ഞങ്ങൾ തടിയൊന്നുമില്ല. നബിയാന്ന് വാദിച്ചുകൊണ്ടാണ് തടയണത്. അതുകൊണ്ട് മാറ്റി വലാക്കിൻ ഉക്തബ് മുഹമ്മദ് ഇബ്നു അബ്ദില്ല, മുഹമ്മദ് ഇബ്നു അബ്ദില്ല, അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദ് നബിക്കോ റസൂലാന്ന് വേണ്ടായിരുന്നു. അതും നബി തങ്ങൾ അംഗീകരിച്ചു. ഇങ്ങനെ പൊരുണ്ട് സ്വായബത്ത് ദേഷ്യം ഇങ്ങനെ മനസ്സിലിങ്ങനെ കിടന്നിട്ട് പടക്കുക. പഠിച്ചോനെ ഇവർ ചെയ്യിക്കണ പണിയോട് മൂക്കൊണ്ട് ഇത്ര പേർക്കണ മാതിരിയുള്ളത്. ഉമർ ഫാറൂഖ് തങ്ങളൊക്കെ അടങ്ങാൻ നബിനെ പേടിച്ചിട്ട് അടങ്ങണം. ആകെ അടങ്ങ് വാള് ഒരുക്ക ഊരി ഇടുമുറ വാള് അമർത്തിയതാ, അടിച്ചമർത്തിയതാ. അങ്ങനെ ഒരിങ്ങനെ സഹിച്ചു നിൽക്കുക. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇതൊക്കെ ഇവർ കരാറൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇവർ പോകാൻ നിൽക്കുക, ഒക്കെ റെഡി ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ഒരു ചെറിയ ചെറുപ്പക്കാരൻ പിന്നെ അബൂജന്തൽ, അത് ഈ സുഹൈലിൻ്റെ മകനാ. ഇസ്ലാമിൻ്റെ എതിർപക്ഷത്തേക്ക് സുഹൈലിൻ്റെ മകൻ അപ്പുറത്ത് വരും. ഓവൻ്റെ നോക്കുമ്പോൾ അവൻ്റെ കൈയും ഒരു ചങ്ങലിൻ്റെ പൊട്ട്, കാൽമൊരു മുറിവ്, മുഖത്തടിച്ച പാട്, ആകെപ്പാടെ ഈ കുട്ടി ഇടങ്ങണപ്പം എന്താ? ഇവൻ വിശ്വസിച്ചത് കൊണ്ട് ഇവനെ തടവിലിട്ടതാ. അപ്പം കരാറൊക്കെ എഴുതി ഇവിടെ മുസ്ലിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടപ്പോൾ പോകാൻ വേണ്ടി വന്നാ ഓൻ വിളിച്ചു പറയാ, നബി എന്നെ കൊണ്ടുപോകണട്ടോ മദീനത്തേക്ക്, എന്നെ കൊണ്ടുപോകണം, ഇന്നെ ഇവിടെ ഇട്ട 5 പേര് കൊല്ലും, ഞാൻ മുസ്ലിമാണ് ഇയാൾ വിളിച്ച് പറയാം. അപ്പം നബി തങ്ങൾ പറയാണ്, കരാർ എഴുതിപ്പോയി, ഒരാൾ വിശ്വസിച്ച് ഇങ്ങോട്ട് വന്നാൽ അവനെ തിരിച്ചയക്കണം എന്നാണ്. നേരെ മറിച്ചോ മദീനത്ത് ഒരാൾ അവിശ്വസിച്ച് വന്നാൽ തിരിച്ചയക്കൂല എന്ന് പറഞ്ഞു.
അതുകൊണ്ട് ഈ കരാറുള്ള കാലത്തോളം എന്നെ കൊണ്ടുപോകാൻ വയ്യ മോനെ. സ്വഹാബത്തിന് ആകെ ഇടങ്ങറായി പോയി. പഠിച്ചോനെ, ആ കരുണ കുട്ടീനെ കൊണ്ടുപോകാതെ അവിടെ ഇട്ട് പോവേ. ഈ കുട്ടി പറഞ്ഞു, എന്നെ ഇവർ കൊല്ലുമല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുഹൈലിനെ വിളിച്ചിട്ട് അബൂജന്തലിനെ വിളിച്ചു, യാ അബാജന്തൽ ഇസ്ബിർ വഹ്തസിബ്, യാ അബാജന്തൽ, അബൂജന്തലെ ക്ഷമിക്കുമോനെ, സഹിക്കുമോനെ, കരാർ എഴുതിപ്പോയി, ഇനി ഒന്നും ചെയ്യാൻ വയ്യ. ഇന്നല്ലാഹ ജാഇലുൽ ലക വലിമൻ മുസ്തദഅഫീന മഅക ഫർജൻ വ മഖ്റജാ. നിനക്കും നിന്റെ കൂടെ വിശ്വസിച്ചവർക്കും പടച്ചറപ്പ് ഒരു ഫറജ്, ഒരു തുറവടിപ്പാട്, ഒരു സൗകര്യം തരുന്ന ദിവസം വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് കരഞ്ഞുപോയി. അപ്പോൾ സ്വഹാബത്തിൻ്റെ മനസ്സാകെ അവർക്ക് എതിരായിട്ടുണ്ട്. തിരിച്ചു പോകാൻ അവർ തയ്യാറില്ല. അപ്പം നബി തങ്ങൾ ഇഹ്സാറിൻ്റെ മസാല പഠിപ്പിച്ചു കൊടുത്തു. എന്താ? കൂമു ഫൻഹറു, നിങ്ങൾ നീക്കി അറുക്കി, അറുത്തിട്ട് വഹലിക്കൂറു ഊസക്കും, നിങ്ങളെ തലയൊക്കെ മൊട്ടയടിക്കും. ഒരാൾ ഹജ്ജിന് ഇഹ്റാൻ ചെയ്തിട്ട് പോകാൻ കഴിയാതെ വന്നാൽ ചെയ്യേണ്ട പണിയതാ. ഇപ്പം നമ്മൾ ഹജ്ജിനുണ്ട് ഇഹ്റാൻ ചെയ്തു, വിമാനം ആണ് ബ്ലോക്കായി, യുദ്ധം പൊട്ടി, ഇവിടുന്ന് ഒരു വിമാനം പറക്കൂല, അവരെങ്ങനെ പോകാൻ പറ്റൂല. അപ്പം എന്ത് ചെയ്യണം? ഒരാടിനറുത്തിട്ട് തല മൊട്ടയടിച്ച പിന്നെ നമ്മൾ തഹല്ലുലാകുന്നു നിയ്യത്ത് ചെയ്തിട്ട് ആറിനടുത്തിട്ട് തല മൊട്ടയടിച്ചാൽ മതി. ഇഹ്റാമെന്ന് ഒഴിവായി. ഇത് നബി തങ്ങൾ അവിടെ വെച്ച് പഠിപ്പിച്ചു. ഇപ്പം നമുക്ക് മക്കത്തേക്ക് പോകാൻ പറ്റൂല. ഒരു തടഞ്ഞിട്ടുണ്ട്. ഉംറക്ക് ഇഹ്റാൻ ചെയ്തവരല്ലേ, നിങ്ങൾ എഴുന്നേറ്റോളി, നിങ്ങളെല്ലാവരും എഴുന്നേറ്റിട്ട് നിങ്ങളെ കയ്യിലുള്ള ആ മൃഗത്തെ അറുത്തോളി, അറുത്തിട്ട് തലേണം പഠിച്ചളിയുന്നത്. ഇത് നബി തങ്ങൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഫലമാ ലം തക്കും മിൻഹും അഹദുൻ, ഒറ്റ കുട്ടി എഴുന്നേറ്റില്ല. ഒരാളും എഴുന്നേറ്റില്ല. ഓൽക്കിപ്പോൾ തൽക്കാലം ഈ സ്വഹാബത്തിന് നബിത്തങ്ങൾ ഇത് പറഞ്ഞത് കേട്ട് തല മുണ്ടനം ചെയ്ത് മൊട്ടടിച്ച് പോകാനൊന്നും ഓല് തയ്യാറല്ല. ഓലിത് മനസ്സിക്ക് സഹിക്കേറ്റാണ്, നബിത്തങ്ങൾ കേൾക്കായിട്ടല്ല. കാല റസൂലുള്ളാഹി അസ്വഹാബിഹി ഖൂമു ഫൻഹറു, എഴുന്നേൽക്ക്, അവിടുന്ന് അർക്കി, തുമ്മഹ്ലിക്കു, പിന്നെ നിങ്ങൾ തല മൊട്ടടിക്ക്. മാ കാമ മിൻഹും റജുലുൻ ഹത്താ കാല ദാലിക സലാസ മറാത്ത്, 3 വട്ടം നബിത്തങ്ങൾ പറഞ്ഞിട്ട് ആരും എഴുന്നേറ്റില്ല. പടച്ചോനെ, എഴുന്നേറ്റ് തല മൊട്ടടിച്ച് പോവാന്ന് പറഞ്ഞിട്ട് ഇവർ സമ്മതിക്കണില്ല. നബിക്കണ് ദേഷ്യം വന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് സ്വഹാബത്ത് കേൾക്കണില്ലല്ലോ. കേൾക്കാത്ത നബിനെ ധിക്കരിച്ചാൽ ഇവർക്ക് ഈ കഅബത്ത് നിങ്ങൾക്ക് പോകാനുള്ള മനസ്സും കണ്ടിട്ടുണ്ട്. ഈ ഇഹ്റാം ഇവിടെ വെച്ച് വൈക്കുന്ന അയക്കാനോ എന്താ ഇപ്പോൾ അവരെ തട്ടിത്തകർത്താൻ പോയാലെന്നുള്ള മനസ്സാ. ആരും എഴുന്നേൽക്കണില്ല. നബിത്തങ്ങൾ ആകെ ചൂടായി, മുഖക്കണ്ട് ചുവന്ന് തുടുത്തു. അപ്പം നബിത്തങ്ങളെ കൂടെ യാത്ര ചെയ്ത് വന്ന ഇഹ്റാം കെട്ടി വന്ന ഉമ്മുസലമുണ്ട് തമ്പല്. ഉമ്മുസലമ ബീവി നബിന്റെ ഭാര്യയാണ്. ഉമ്മുസലമിന്റെ അടുത്തേക്ക് നബിത്തങ്ങൾ ഫലമാ തലം തക്കും മിൻഹും അഹദുൻ ദഖല അലാ ഉമ്മി സലമത, താരീഖിന്റെ കിതാബിൽ സ്വന്തം ഭാര്യ ഉമ്മുസലമന്റെ അടുത്തേക്ക് നബിത്തങ്ങൾ കടന്നുപോയി. ഉമ്മുസലമ ഇരിക്കുന്ന തമ്പിലേക്ക് നബിത്തങ്ങൾ പോയിട്ട് ഫദക്കറ ലഹാ മാ ലഖിയ മിനന്നാസ്, ഫദക്കറ ലഹാ മാ ലഖിയ മിനന്നാസ്, ജനങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനത്തെക്കുറിച്ച് തൻ്റെ ഭാര്യയോടാ പറഞ്ഞത്. സിദ്ദീഖിനൊക്കെ വിളിച്ച് തങ്ങൾ വിളിച്ചോ, ഉമർ തങ്ങൾ വിളിച്ചോ എന്നല്ല പറഞ്ഞത്. സ്വന്തം ഭാര്യയുടെ അടുത്തിട്ട് പോയി, കണ്ടോ ഞാൻ പറഞ്ഞിട്ട് പോലും നീക്കണില്ലല്ലോ, ഇവർ തല മുണ്ടനം ചെയ്യുന്നില്ലല്ലോ, അറുക്കണില്ലല്ലോ, എന്താ ഞാൻ ചെയ്യുക? ഒരു നിസ്സഹായത നബി തങ്ങൾ പ്രകടിപ്പിച്ചു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യൻ കൊടുക്കുന്ന ഒരു രംഗാണ്. അപ്പോൾ ഉമ്മുസലമൻ്റെ ബുദ്ധി ഉണർന്നു. അവിടെ പെണ്ണിൻ്റെ ബുദ്ധി, ഉമ്മുസലമൻ്റെ ബുദ്ധി ഉണർന്നു. ഉമ്മുസലമ നബിയോട് ചോദിച്ചു, യാ നബി അല്ലാഹ്, അള്ളാന്റെ റസൂലെ, ആ തൊഹിപ്പ് താലിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് അതല്ലേ? ഓല് അറുത്തിട്ട് മുടി കളഞ്ഞ് നിങ്ങളെ കൂടെ പോലല്ലേ പോലേക്ക് വേണ്ടത്? അതല്ലേ ഇപ്പം നിങ്ങൾ ആഗ്രഹം? ഞാൻ നടത്തി തരാം. എങ്ങനെയാ? ഉമ്മുസലമ നബിയോട് പറഞ്ഞു, ഉഖ്റുജ്, നിങ്ങളാണ് പുറത്തേക്ക് ഇറങ്ങി. തുമ്മലാ തുക്കല്ലിം അഹദം മിൻഹും കലിമത്തൻ, ഒരക്ഷരം മിണ്ടരുത്. നിങ്ങൾ തമ്പെന്നാണ് പുറത്തിറങ്ങിയിട്ട് ഒരക്ഷരങ്ങൾ മിണ്ടരുത്. ഒരാളോടും ഒരറഫുകൾ മിണ്ടാൻ പാടില്ല. ഹത്താ തൻഹറ ബുദനക്ക, നിങ്ങൾ പോയിട്ട് നിങ്ങളെ ഒട്ടകത്തിൻ്റെ അർത്ഥക്കി. തതു ഹാലിക്കക്ക, നിങ്ങൾ മുടി കളയാൻ ആളെ വിളിച്ചിട്ട് മുടിയാണ് കളഞ്ഞക്കി. വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഫഖറജ, നബി തങ്ങൾ പുറപ്പെട്ടു. ഫലം യുക്കല്ലിം അഹദൻ, ഒരാളോടും ഒരക്ഷരം മുണ്ടിയില്ല. ഹത്താ ഫഅല ദാലിക, ഈ പറഞ്ഞ പോലെ നബിതങ്ങൾ ചെയ്തു. എന്താ ചെയ്തത്? നബിതങ്ങൾ ചെയ്ത പ്രവർത്തനം എന്താ? നഹറ ബുദനഹു വദഅ ഹാലികഹു, തൻ്റെ ഒട്ടകത്തറുത്തു, മുടി കളയാൻ ആളെ വിളിച്ചു. ഒട്ടകത്തറുത്ത് നബിതങ്ങൾ മുടിയും കളഞ്ഞാൽ നീച്ചു പോകാൻ നിൽക്കുക. ഇതാണ് കണ്ടതോടെ ഫലമാ റഅൗ ദാലിക ഖാമു ഫൻഹറു, ഇതോല് കണ്ടതോടെ എല്ലാവരും എഴുന്നേറ്റു. നബിതങ്ങൾ ചെയ്താൽ പിന്നെ ഇനി നോക്കാമല്ലോ, എല്ലാവരും എഴുന്നേറ്റു. ഉമ്മു സൽമ പറഞ്ഞ പോലെ എല്ലാവരും എഴുന്നേറ്റു. നബിയാണ് ചെയ്തല്ലോ, ഇനി അതിൽ അപ്പുറം ചെല്ലോ. എല്ലാവരും എഴുന്നേറ്റു. വജഅല ബഅദുഹും യഹ്ലികു ബഅദാ, ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും മൊട്ടടിക്കാൻ തുടങ്ങി. പിന്നെ ബാർബർ ഒഴിക്കാൻ നേരം സ്വന്തം അങ്ങോട്ടും ഇങ്ങോട്ടും മൊട്ടടിച്ചിട്ട് ഓരോട് പുറപ്പെട്ടു ഉഷാറായിട്ട്. എത്ര എളുപ്പം എന്നറിയോ? ഇവിടെ ഈ ഉമ്മു സൽമ പറഞ്ഞു കൊടുത്ത ഈ ബുദ്ധിയെക്കുറിച്ച് താരീഖിൽ പറയുന്നുണ്ട്. ഉമ്മു സൽമ ബീവിയുടെ ഈ വിവേകമാണ് ആ പ്രതിസന്ധി ഘട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് തങ്ങളെ രക്ഷിച്ചത് എന്ന് താരീഖിൻ്റെ കിതാബിലൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കണം വേണ്ടി ഞാൻ കേട്ട് പെണ്ണുങ്ങൾ വല്ല പൊങ്ങൊന്നും വേണ്ട, സംഗതി അങ്ങനെ തന്നെ ആണെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ഇനി പരിചെന്നിട്ട് പറയും, നബിനെ വരെ പെണ്ണുങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെന്താ അങ്ങനെ ചോദിക്കും ചിലപ്പോൾ നിങ്ങളോട്. ഇനി അടങ്ങേറി ഞാൻ ഉണ്ടാക്കി പോയി എന്നറിയണ്ടല്ലോ. പെണ്ണുങ്ങൾക്ക് ഒരു ചെറിയ ഏണി വെച്ച് കൊടുത്താൽ പിന്നെ എൻ്റെ മോൾക്ക് കയറുവര്, പിന്നെ ആ കുഴപ്പമാവും. ഞാൻ ആ കുറ്റപ്പെടുത്തല്ല. അപ്പോൾ ഒരു പെണ്ണിന് ശരിക്കും ഈ വിഷയത്തിൽ
കൃത്യമായി കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കാനും അത് ശരിക്കും പറഞ്ഞു കൊടുക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാം. എത്രത്തോളം ഒരു പെണ്ണിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ച ഒരു ദിവസം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഇങ്ങനെ പോവാണ്. താരിഖിൽ അന്നഹു ഖറജ മഅഹു നാസ്. ഉമർ റളിയല്ലാഹു തആല ഒരു സംഘവും ഇങ്ങനെ ഇറങ്ങിപ്പോവാണ് ഒന്നായിട്ട്. അങ്ങനെ സംഘം വഴിക്ക് ഖലീഫ പോകുമ്പോൾ ഒരു ടീമൊക്കെ ഉണ്ടാവുമല്ലോ, ഭരണാധികാരിയല്ലേ. ഒരു ടീം ഒരു വഴിക്ക് പോവുക. ഫമറ ബി അജൂസിൻ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വയസ്സത്തി തള്ളനെ കണ്ടു. ഇവരിങ്ങനെ പോകുമ്പോൾ ഒരു വയസ്സത്തി തള്ള, ഈ വയസ്സത്തി തള്ള വന്നിട്ട് ഫജഅല യുഹദ്ദിസുഹാ വതുഹദ്ദിസുഹു. ആ തള്ള ഉമർ തങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് എന്തോ സംസാരിക്കുകയാണ്. അങ്ങ് ആ പെണ്ണ് ഇങ്ങോട്ട് ഉമർ തങ്ങൾ അങ്ങോട്ട് പോലെ തമ്മിൽ ഭയങ്കര സംസാരം. ഫജഅല യുഹദ്ദിസുഹാ. ആ പെണ്ണ് ഉമർ തങ്ങൾ ആ പെണ്ണിനോട് സംസാരിക്കുന്നു. തുഹദ്ദിസു. ആ പെണ്ണ് സംസാരിക്കുന്നു ഉമർ തങ്ങളോട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരിങ്ങനെ സംസാരിക്കുക. ഒപ്പമുള്ള ആൾക്കാരൊക്കെ അന്തം. ഒരു വയസ്സത്തിൽ തള്ളക്കും വേണ്ടി ഖലീഫ ഇങ്ങനെ സംസാരിക്കുക. നമ്മളിങ്ങനെ തൊള്ളയെ വിളിച്ച് നോക്കിക്കുക. അവർക്കാകെ ദേഷ്യം പിടിച്ചു. ഒരാൾ പറഞ്ഞു, അപ്പോൾ കാല റജുലൻ, ഒരു ചങ്ങായി പറഞ്ഞു, നമ്മളെ കൂട്ടത്തിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടാവല്ലോ, പൊട്ടിത്തെറിച്ച ആൾക്കാർ. ഇയാൾ പറഞ്ഞു, യാ അമീറൽ മോമിനീൻ ഹബസ്തൻ നാസ അലാ ഹാദിഹിൽ അജൂസ്. ഈ തള്ളക്കും വേണ്ടി ഞങ്ങളൊക്കെ പാടെ അവിടെ തടഞ്ഞു വെച്ചിരിക്കണോ ചോദിച്ചു. മുപ്പരിക്കാരനെ ചോദിക്കാൻ തോന്നിയ ഈ തള്ളക്കും വേണ്ടി ഞങ്ങളൊക്കെ പാടെ വായിക്കുക, എന്താ ഇപ്പോൾ ഇത് വർത്താനം, ഇത് എത്ര നീളുന്നു ചോദിച്ചു. ഉമർ റളിയല്ലാഹു തആല ഇങ്ങനെ മുഖണിച്ചു വന്ന് ദേഷ്യം പിടിച്ചിട്ട് ആകെ വൈലക്ക ആ തെതിരി മൻ ഹിയ, അനക്കറിയോ ഇതാരാന്ന്? ഈ എന്താ ഈ പറയുന്നത്? ആ തെതിരി മൻ ഹിയ, ആരാന്ന് എനിക്കറിയോ? ഈ പെണ്ണാരെന്ന് എനിക്കറിയടാ. മഹാനായ ഉമർ ഫാറൂഖ് ദേഷ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദിഹി ഇംറാത്തുൻ സമിഅല്ലാഹു ശക്വാഹ മിൻ ഫൗഖി സബഇ സമാവാത്. 7 ആകാശത്തിന്റെ അപ്പുറത്ത് പടച്ചറബ് ഈ പെണ്ണിന്റെ പരാതി കേട്ടടാ. 7 ആകാശത്തിന്റെ അപ്പുറത്തേക്ക് പടച്ചറബ് ഈ പെണ്ണിന്റെ പരാതി കേട്ടു. ഹാദിഹി ഹൗല ബിൻതു തഅലബ. ഇത് തഅലബത്തിന്റെ ഭാര്യയാകുന്ന ഹൗലത്താണ്. തഅലബത്തിന്റെ ഭാര്യ ഹൗലത്തിന്റെ പ്രത്യേകത എന്താ? ചെറുപ്പത്തിലെ തഅലബത്തിന്റെ കൂടെ കൂടി ഭാര്യയും ഭർത്താവുമായി ജീവിച്ചു. വയസ്സായപ്പോൾ, പ്രായമേറെ ആയപ്പോൾ തഅലബത്തും ഇവരും തമ്മിൽ എപ്പോഴും പിണക്കുണ്ടാവും. ചില ഭാര്യ ഭർത്താവ് അങ്ങനെ വയസ്സാവുമ്പോൾ അങ്ങോട്ടും കൊണ്ട് നല്ലോണം പോരുണ്ടാവും. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചെറുപ്പത്തിലെല്ലാം സന്തോഷിച്ചിരിക്കും, വയസ്സാകുമ്പോൾ തമ്മിൽ ഇങ്ങനെ പോരുണ്ടോ? അങ്ങനെ നിങ്ങൾ നല്ല സന്തോഷിക്കേണ്ട സമയത്ത് പോരാ. എന്താ വെച്ചാൽ അങ്ങനെ ഒരു അവസ്ഥ വരികയാണ്. അതിന് നല്ല മനസ്സ് കിട്ടി ദ്വാരന്നാൽ അത് ശരിയാവും. അള്ളാഹു മരണം വരെ സന്തോഷത്തോടെ ജീവിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് തൗഫീക്ക് തരുമാറാവട്ടെ. ഉള്ള സംഗതിയാണ്. അങ്ങനെ ഇവർ തമ്മിൽ പിണക്കുണ്ടായപ്പോൾ ഇയാൾ ഒരിക്കൽ ചൂടായിട്ട് പറഞ്ഞു, അന്ത അലയ്യൊക്കെ ലഹരി ഉമ്മിയാണ്, എനിക്ക് എൻ്റെ അമ്മാനെ പോലെയാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അതിനാണ് ദിഹാർ എന്ന് പറയാം. ദിഹാർ അത് നമ്മുടെ നാട്ടിൽ നടപ്പില്ലാത്ത സംഗതിയാണ്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഭാര്യ ഭർത്താവ് ബന്ധം പാടില്ല, തൊലാക്ക് ചെല്ലിയ മാതിരിയുണ്ട്. പിന്നെ അതിന് പിൻവലിയണമെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ 60 മിസ്കിമാർക്ക് ധർമ്മം കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കുറേ നിബന്ധനകളൊക്കെ ഉണ്ട്. അത് നമുക്കിവിടെ പരിചയമില്ലാത്തതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ദിഹാർ ചെയ്തപ്പോൾ ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ പെണ്ണ് നബിത്തങ്ങളെടുത്ത് ചെന്നു, റസൂൽദാൻ്റെ അടുത്ത് ചെന്നു. റസൂൽദാൻ ഇങ്ങനെ എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഇനി ഞങ്ങൾ നമ്മൾ വിവാഹബന്ധം ശരിയല്ലല്ലോ, പക്ഷേ ഈ വയസ്സ് കാലത്ത് ഞാൻ എന്താ ഒറ്റക്കാവൂലേ, ഞാൻ എന്താ ഇപ്പോൾ ചെയ്യുക അയാൾ അങ്ങനെ പറഞ്ഞാൽ, അതുകൊണ്ട് നബിയെ ഇതിനൊരു പരിഹാരങ്ങൾ തരണം എന്നാണ്. അപ്പോൾ ദിഹാറിൻ്റെ മസാല ശരിക്കും ഇറങ്ങാത്തത് കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇതിലൊരു തീരുമാനം പടച്ചോൻ തന്നെ ഉണ്ടാക്കട്ടെ, പടച്ചോൻ്റെ ഉത്തരവ് ഞാൻ പ്രതീക്ഷിക്കുകയാണെന്ന് പറഞ്ഞു. ഈ പെണ്ണാകെ സങ്കടപ്പെട്ട് ഈ പെണ്ണ് പടച്ചോനോട് ദ്വാരന്നൊരു ദ്വാരൻ്റെ താരീഖിൽ ആ പെണ്ണ് ദ്വാരന്ന കൂട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞെന്താ അറിയോ? അല്ലാഹുമ്മ ഇൻ ലമംതഹും ഇലയ്യ ജാഉ വ ഇൻ ലമംതഹും ഇലൈഹി ളാഉ. പടച്ചോനെ, എനിക്ക് ഇത്രയും കുട്ടികളുണ്ട്. ഇം ലമംതഹും ഇലയ്യ, ആ കുട്ടികളെ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോയാൽ ജാഉ, അവർ പട്ടിണി കിടക്കും. വ ഇൻ ലമംതഹും ഇലൈഹി, അയാളെ കൂടെ കുട്ടികളെ കൊടുത്താൽ ളാഉ, ആ കുട്ടികൾ പാഴാവും, അയറ്റങ്ങളെ നോക്കാനോ നന്നാക്കാനോ കഴിയില്ലല്ലോ. അതുകൊണ്ട് പടച്ചറബ്ബേ, നീ ഒരു പരാതിക്ക് പരിഹാരം തരണേ. ഈ പെണ്ണങ്ങ് ദ്വാരന്നപ്പത പടച്ചറബ് അത് കേട്ടു. അതാണ് ഇന്ന് നിങ്ങൾ തിരിച്ചു പോയി വീട്ടിൽ നിന്ന് ഖുർആൻ മറിച്ച് നോക്ക്. സൂറത്തുൽ മുജാദല എന്ന് പറയുന്ന സൂറത്തുണ്ടാകും. അത് ഈ പെണ്ണിൻ്റെ പരാതി കേട്ടുകൊണ്ട് പടച്ചറബ് ഇറക്കിയ സൂറത്താണ്. ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തഖി ഇലല്ലാഹ്. ഖദ് സമി അല്ലാഹ്, പടച്ചറബ് കേട്ടു. ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ, തൻ്റെ ഭർത്താവിനെ കുറിച്ച് പരാതി പറഞ്ഞ പെണ്ണിൻ്റെ വാക്ക് പടച്ചറബ് കേട്ടു. വതസ്തഖി ഇലല്ലാഹ്, അവൾ പടച്ചറബിലേക്ക് പരാതി ബോധിപ്പിച്ചപ്പോൾ പടച്ചറബ് അത് ശരിക്ക് കേട്ടു. ആ സൂറത്ത് മുഴുവൻ ഓതി നോക്കുകൊണ്ടു ആ പെണ്ണിൻ്റെ ചരിത്രം അറിയും. ആ സൂറത്തിനൊരു പ്രത്യേകതയുമുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സൂറത്തിനുമില്ലാത്ത പ്രത്യേകത. അതെന്താ? ഇന്ന് പെണ്ണുങ്ങൾ പോയിട്ട് ഓതി നോക്ക്. നിങ്ങളെപ്പോലത്തെ ഒരു പെണ്ണ് ഭർത്താവിനെ കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശ ലോകത്തത് കേട്ടിട്ട് ഒരു സൂറത്ത് ഇറക്കി കൊടുത്തു. നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആ സൂറത്തിലെ ഓരോ ആയത്തിലും അല്ലാ 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 എന്നുള്ള വാക്കുണ്ട്.
അല്ലാ 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 എന്നുള്ള വാക്കുണ്ട് ജലാലത്തിൻ്റെ സ്മ. ഒരു പെണ്ണിൻ്റെ കഴിവാ, അത് ആ പെണ്ണ് സങ്കടപ്പെട്ടിട്ട് ചെയ്തതാ. സങ്കടപ്പെട്ട് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവും. നിങ്ങളെ വീട്ടിൽ പോയിട്ട് അതിൽ ഭർത്താക്കന്മാരെ പറഞ്ഞ് പേടിപ്പിക്കണ്ട, ഞാൻ ദ്വാരന്നിട്ട് അത് എനിക്ക് ആയത്തിറക്കുന്നൊന്നും പറയണ്ട, ഒന്നും നടക്കൂല. എന്താ കാരണം? അവിടെ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത് ഒരു പെണ്ണിൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ അത് ആ പെണ്ണ് ഭയപ്പെട്ടപ്പോൾ ഈ കുട്ടികൾ നഷ്ടപ്പെടുന്നത് പഠിച്ചപ്പോൾ തക്കുവള്ള പെണ്ണിനെ ഇതുണ്ടാവും. അതാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇത് ഈ പെണ്ണ് ഖുർആൻ ആകാശത്ത് ഇറങ്ങാൻ കാരണക്കാരിയ പെണ്ണ, ഓളോട് ഞാൻ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോൾ ഇജ്ജവിടെ നിന്നോന്നാ പറഞ്ഞത്. പെണ്ണിന് അത്ര വലിയ സ്ഥാനത്തേക്ക് ഉയരാൻ പറ്റും, അങ്ങനത്തെ പദവിയിലേക്ക് ഉയരാൻ പറ്റും. അതിനെന്ത് വേണമെന്നറിയോ? പെണ്ണ് ആ രീതിയിലുള്ള ഇസ്ലാമിക ബോധവും ആ രീതിയിലുള്ള തക്വയും പെണ്ണിന് വേണം. വെറുതെ പറ്റൂല. നല്ല തക്വയും ദീനി ബോധവും, നിസ്കാരമൊക്കെ കൃത്യസമയത്ത് നിസ്കരിക്കണം. അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ നല്ല നിലക്ക് ജീവിക്കുമ്പോഴേ രണ്ടു പേർക്കും കുടുംബത്തിൽ ഒന്നിച്ച് നിൽക്കാനും പറ്റും. ഭാര്യ ഭർത്തർ അകൽച്ചയുടെ ഒരു കാരണം ദോഷം ചെയ്യുമ്പോഴാണ്. നിസ്കാരം കൃത്യമായി നിസ്കരിക്കാത്ത പെണ്ണിന് നല്ല ഭർത്താവാണ് അയാളെ കൂടെ ശരിക്കും നിൽക്കാൻ കഴിയൂല. അള്ളാഹു അവരെ പിരിക്കും. എന്താ? ഈ പെണ്ണിന്റെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ നല്ല ഭർത്താവിനോട് വേണ്ടല്ലോ. അവൻ നല്ല നിലക്ക് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. പണ്ടേതോ ഉസ്താദ് കൃത്യമായിട്ട് ക്ലാസ് എടുത്തു തരാം, പെണ്ണുങ്ങൾക്ക് ക്ലാസ് എടുത്തു, വനിതാ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തു, നിസ്കാരം കൃത്യസമയത്ത് അവ്വൽ വക്തിൽ നിസ്കാരം നിർവഹിച്ചാൽ പരലോകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതേ ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ പറ്റും. ദുന്യാവിലുള്ള ഭർത്താവിൻ്റെ കൂടെ തന്നെ പരലോകത്ത് ജീവിക്കണമെങ്കിൽ, ആ സന്തോഷം കിട്ടണമെങ്കിൽ നിസ്കാരം കലാക്കിയാൽ ഭർത്താവ് അകന്നു പോകും. കൃത്യസമയത്ത് എന്ന് പറഞ്ഞാൽ അവ്വൽ വക്തിൽ ദുന്യാവ് നിസ്കരിച്ചാൽ പരലോകത്ത് നിങ്ങൾക്ക് ഇതേ ഭർത്താവിനെ തന്നെ കിട്ടും. അപ്പോൾ ഒരു പെണ്ണ് പറഞ്ഞു അത്രേ, എന്നാൽ ഞാൻ നിസ്കരിക്കണമെന്ന് ചെയ്യാന്ന്, കാരണം ഇവിടെ കിട്ടിയത് അത്ര മെച്ചുണ്ട്, ഇപ്പോൾ പരലോകത്തുണി വണ്ടി വലി വേണ്ട വെച്ചിട്ട് അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ അതിൽ നിസ്കാരം ഒഴിവാക്കണ്ട കേട്ടോ, അതിനും വേണ്ടി നിസ്കാരം ഒഴിവാക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പരാതി പറഞ്ഞോളൂ. ദുന്യാവെന്ന് കിട്ടിയ ഭർത്താവ് അത്ര മെച്ചാണെങ്കിൽ പിന്നെ പരലോകത്ത് ഏർപ്പാട് വേണ്ടാന്നുള്ളത് തീരുമാനിക്കുമല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണെങ്കിലോ ഇതെന്നെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്നുള്ള പണി എടുക്കും. അപ്പോൾ നമ്മളും കുറച്ച് നന്നാവണം, എന്നാലേ ശരിയാവുള്ളൂ. രണ്ടു കൂട്ടരും ഒരുപോലെ ആവണം. ഒരു ഭാര്യ ഭർത്തർ ബന്ധം എന്ന് പറയുമ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹകരണ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഖൗല ബിൻത്ത് സഅലബ, ഞാൻ പറഞ്ഞെടുത്ത സഅലബത്ത് പിതാവാണ്. ഖൗല ബിൻത്ത് സഅലബയാണ്. സഅലബയുടെ ഭർത്താവിൻ്റെ പേര് ഔസുബിന് സാമിത്താണ്. ഔസുബിന് സാമിത്ത് എന്ന് പറയുന്ന ഭർത്താവ്, ആ ഭർത്താവിനെയാണ് ഈ പെണ്ണ് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവിനോട് സങ്കടപ്പെട്ടത്. പഠിച്ചോനെ എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്. ആ ഔസുബിന് സാമിത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഖൗല ബിൻത്ത് സഅലബത്ത്. സഅലബത്ത് പിതാവിൻ്റെ പേരാ. അവിടെ ഭർത്താവിൻ്റെ പേരല്ല സാധാരണഗതിയിൽ അറബികൾ കൂട്ടി. ഇപ്പോൾ അറബി സംസ്കാരത്തിൽ എങ്ങനെയാണ്? അറബി സംസ്കാരത്തിൽ നേരെ ചേർക്കുന്നത് ഒരു പെണ്ണിൻ്റെ പേര് പറയുമ്പോൾ ബിന്ത് ഇന്ന ആളെ മകളെന്ന. ഖൗല ബിൻത്ത് സഅലബയുടെ ഭർത്താവ് ഔസുബിന് സാമിത്ത. അങ്ങനെ അദ്ദേഹം ദിഹാർ ചെയ്തപ്പോൾ ഇസ്ലാമിലെ ദിഹാറിൻ്റെ ഒരു പുതിയ മസ്അല കൂടി അതിൽ രൂപപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രീതിയിൽ അള്ളാഹുവിങ്കൽ ഇഷ്ടദാസികളായി ജീവിച്ച സ്ത്രീകൾ, തുടക്കത്തിൽ പറഞ്ഞല്ലോ, തുടക്കത്തിൽ രണ്ട് സ്ത്രീകളെ കുറിച്ച് കൃത്യമായി നമ്മൾ പറഞ്ഞല്ലോ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ദറബല്ലാഹു മസലല്ലദീന കഫറൂ ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്. ലൂത്ത് നബിയുടെ ഭാര്യയും അതുപോലെ തന്നെ നൂഹ് നബി തങ്ങളുടെ ഭാര്യയും, ആ രണ്ട് ഭാര്യമാരുടെ അവസ്ഥ എന്താ? ചിന്തിക്കണം നിങ്ങൾ. ലോകത്ത് ഇങ്ങനത്തെ പെണ്ണുങ്ങൾ വരണ്ടായിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കും നിങ്ങൾ. ലോകത്ത് ഇങ്ങനത്തെ പെണ്ണുങ്ങളുണ്ടോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു, ഭാര്യയോ അതിശക്തമായി എതിർക്കുന്നു. നൂഹ് നബിന്റെ ഭാര്യ വാഴില എന്ന പേര്. വാഴില വേറെ ചില കിതാബുകളിൽ വാലിയ എന്നും കാണുന്നുണ്ട്. വാഴില നൂഹ് നബി തങ്ങളുടെ ഭാര്യ. ഈ നൂഹ് നബി തങ്ങളുടെ ഭാര്യ നൂഹ് നബി തങ്ങളെ പരസ്യമായിട്ട് എതിർത്തു. ഇന്നഹു മജ്നൂൻ എന്നാണ്, പിരാന്തനാണ് അദ്ദേഹം. സ്വന്തം ഭാര്യ പറയുന്ന ഭർത്താവിനെ കുറിച്ച് പിരാന്തനാണ്. ഫലബിഥ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമാ വമാ ആമനത മഅഹു ഇല്ലാ ഖലീൽ. 950 കൊല്ലം പ്രബോധനം ചെയ്തിട്ട് നൂഹ് നബിക്ക് കുറച്ചാളെ കിട്ടിയുള്ളൂ. ഭാര്യ വരെ എതിരാ, മകനെതിരാ. ചോദിക്കണം നിങ്ങൾ. ആ രീതിയിൽ ലോകത്താദ്യമായി ഇന്ന അവ്വലമൻ അബദൽ അസ്നാമ അലാ ആദിഹിൽ അർദി ഖൗമു നൂഹ്. നൂഹ് നബിന്റെ കൗമാണ് ഭൂമിയിൽ ആദ്യം ബിംബാരാധന തുടങ്ങിയ ആൾക്കാർ. അതിനെ പ്രോത്സാഹിപ്പിച്ചു ഈ പെണ്ണ്. ആ പെണ്ണിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ആ പെണ്ണ് ലോകത്തെ ഷർറായ പെണ്ണാണ്. ഏറ്റവും മോശപ്പെട്ട രണ്ട് പെണ്ണുങ്ങളിൽ ഒരു പെണ്ണിന്റെ ഉദാഹരണമാണ് നൂഹ് നബിന്റെ ഭാര്യ. മറ്റൊന്ന് ലൂത്ത് നബിന്റെ ഭാര്യ. നൂത്ത് നബിന്റെ ഭാര്യ വാലിഹ എന്നാണ് നൂത്ത് നബിന്റെ ഭാര്യന്റെ പേര്. ആ പെണ്ണിനെ ഖുർആൻ തന്നെ പറഞ്ഞു, ഒരു വയസ്സത്തിന് മാത്രം നമ്മൾ രക്ഷപ്പെടുത്തിയില്ല അള്ളാഹ് പറയാണ്. അവിടെ ശരിക്കും ഈ പെണ്ണിനെ കുറിച്ച് അങ്ങനെ പറയാൻ കാരണം എന്താ? ആ പെണ്ണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധന കാലത്ത് ലൂത്ത് നബിയെ കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കിയിരുന്നു. ലൂത്ത് നബിയെ ആക്ഷേപിച്ച് നടക്കിയിരുന്നു. ലൂത്ത് നബിയെയും നൂഹ് നബിയെയും ആക്ഷേപിച്ച രണ്ട് പെണ്ണുങ്ങൾ, നല്ല സാഹചര്യത്തിൽ ജീവിച്ച രണ്ട് പെണ്ണുങ്ങൾ തമ്മാടിച്ചുകളായി. മോശപ്പെട്ട സാഹചര്യത്തിൽ ജീവിച്ച രണ്ട് പെണ്ണുങ്ങളോ, അതാണ് ഒന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീവി ആസിയ ബിൻത്ത് മുസാഹിം. ആസിയ ബിൻത്ത് മുസാഹിം ആരെ ഭാര്യ? ഫിറഔന്റെ ഭാര്യ. അടിച്ചിട്ടും കൊന്നിട്ടും നശിപ്പിച്ചിട്ടും ആളുകളെ പീഡിപ്പിക്കുന്ന ഫിറഔൻ. അക്കൊട്ടാരത്തിൽ ഞാൻ അള്ളാഹ് എന്ന് പറഞ്ഞ ആളെ കൊട്ടാരത്തിലെ സ്വന്തം ഭാര്യ ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിച്ച റബ്ബിബ്നി ലീ ബൈതൻ ഇൻദക ബൈതൻ ഫിൽ ജന്ന
വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. എത്ര കൂലി ഉണ്ടാവും ആ പെണ്ണിനൊക്കെ. അള്ളാഹു അവരുടെയൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. എത്ര കൂലി ഉണ്ടാവും. എന്ന പോലെ തന്നെ മറിയം ഇബ്നത്ത് ഇമ്രാൻ്റെ മകൾ മറിയം ഭർത്താവില്ല. അള്ളാഹു സുബ്ഹാനഹു വ നഫഖ്നാ മിൻ റൂഹിന, ഒരു ഊത്ത് ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് ഗർഭം ധരിച്ചു, കുട്ടിയായി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പെറ്റ് പോറ്റി വളർത്തിയ ഒരു ഭർത്താവില്ലാതെ അള്ളാഹ് കൊടുത്ത കുട്ടിയാ, നേരിട്ട് അള്ളാഹ് റൂഹാക്കി കൊടുത്ത കുട്ടിയാ. എത്ര ആക്ഷേപം കേട്ടു ഭർത്താവില്ലാതെ പ്രസവിച്ചിട്ട്. ആ പെണ്ണ് ലോകത്ത് ഏറ്റവും നല്ല ഉമ്മയായി മാറി. അതാണ് ഉമ്മ. ഉമ്മാന്റെ സ്ഥാനം വളരെ വലുതാ. ചിന്തിക്കണം, അള്ളാഹിന്റെ ഭൂമിയിൽ ഉമ്മ വലാ ഉൻതാ തഖൂമു മഖാമ ഉമ്മിൻ ഫഹല്ലിൽ ഉമ്മി ഫിദ്ദുനിയാ മസീലു. വലാ ഉൻതാ തഖൂമു മഖാമ ഉമ്മിൻ, ഉമ്മയുടെ സ്ഥാനത്ത് ഒരു പെണ്ണു നിൽക്കൂല കൂട്ടരെ. വലാ ഉൻതാ തഖൂമു മഖാമ ഉമ്മിൻ ഫഹല്ലിൽ ഉമ്മി ഫിദ്ദുനിയാ മസീലു. ഉമ്മാക്ക് ദുന്യാവിൽ തുല്യത ഉണ്ടോ? ശരിക്കും മനസ്സിലായിക്കോളൂ. ഉമ്മാക്ക് തുല്യതല്ല. ഉമ്മാക്ക് തുല്യതല്ല. ഉമ്മാനെ വെറുപ്പിച്ചിട്ട് നിങ്ങൾ എത്ര നോമ്പോറ്റിട്ടും കാര്യമില്ല. ഉമ്മാനെ വിഷമിപ്പിച്ചിട്ട് നിങ്ങൾ എത്ര നോമ്പോറ്റിട്ടും കാര്യമില്ല. ഒരു ചെറിയ ശല്യമാണ് ഉമ്മ. നിങ്ങൾ എവിടെയെങ്കിലും ഒരു സംഗതി ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു എഴുതാ അല്ലെങ്കിൽ ഉമ്മ വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സംഗതി ചെയ്യുന്നത് കണ്ടില്ല, നിങ്ങളെന്താ അങ്ങനെ എന്ന് ചോദിച്ചിട്ട് എന്നെ ശല്യം, അതുപോലും ഉമ്മാനോട് പറയാം ഉഫിൻ, ചിന്തിക്കാൻ പോലും പാടില്ല. അങ്ങനെ പറഞ്ഞാൽ പോയി മക്കളെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉമ്മ എന്ന് പറഞ്ഞാൽ വലിയൊരു സങ്കല്പ. ഉമ്മ ആവാൻ വലാ ഉൻത, ഒരു പെണ്ണിനും തഖൂമ മഖാമ ഉമ്മിൻ, ഉമ്മാൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ കഴിയില്ല. ഒരു പെണ്ണിനും ഉമ്മാൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ കഴിയില്ല. ഉമ്മാൻ്റെ സ്ഥാനത്ത് ഒരു പെണ്ണിനും നിൽക്കാൻ കഴിയില്ല. വലാ ഉൻത തഖൂമ മഖാമ ഉമ്മിൻ ഫഹല്ലിൽ ഉമ്മി ഫിദ്ദുനിയാ മസീലു. ഉമ്മാക്ക് ദുന്യാവിൽ തുല്യത ഉണ്ടോ? ഉണ്ടാവില്ല. നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ട അമ്മയാണ്. താരിഖിലൊരു സംഭവം ഉണ്ട്, കൂടി പറഞ്ഞാൽ അവസാനം ഒറ്റ സംഭവം, ഞാൻ സമയമില്ല, ഇത് തുടങ്ങി നിർത്തുക, കാരണം ഒരുപാട് സംഗതി ഇങ്ങനെ പറയാണ്ട്. ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്ന് ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലെ, ഞാൻ എൻ്റെ ഉമ്മാനെ നിലത്ത് വെക്കാതെ ഏറ്റിക്കൊണ്ട് നടക്കുകയാണ്. നിലത്ത് തന്നെ വെക്കണില്ല, എൻ്റെ ഉപ്പാന് ഞാൻ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഞാൻ ചെയ്താൽ എൻ്റെ കടമയൊക്കെ വീടിയില്ല അവരോട്. ഞാൻ അവരോട് ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മനെ ഏറ്റിയതിന് പകരം ഞാൻ വയസ്സുകാലത്തിൻ്റെ ഉമ്മാനെ നിലത്ത് വെക്കാതെ കൊണ്ടെടുക്കുക വയസ്സാവുമ്പോൾ. അങ്ങനെ ഞാൻ ചെയ്താൽ കടമ വീടിയില്ലേന്ന് ചോദിച്ചു. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, വീടൂല മോനേന്നോ. അവൻ ആകെ ഞെട്ടിപ്പോയി, എന്തേന്ന് ചോദിച്ചു. അള്ളാഹിൻ്റെ റസൂൽ ശരിക്കും അതിൻ്റെ തത്വം പറഞ്ഞു കൊടുത്തു. വഹുമായ അഹമിലാനിക്ക്, അവരെന്നെ ചുമന്ന് നടന്നതിനാ. അവരെന്നെ ചുമന്ന് നടന്നത്, അവരുദ്ദേശിച്ചത്, അവർ യുരീദാനിലി ബക്കായിക്ക, ഈ വലിയ കുട്ടിയായി വളർന്ന് എന്നും ജീവിച്ച് ഉഷാറാവണം എന്ന് വിചാരിച്ചിട്ട് അമ്മ ചെറുപ്പത്തിൽ എന്നെ ചുമന്നത്. അന്നമ്മ ചുമക്കുമ്പോൾ അമ്മാൻ്റെ മനസ്സിലെന്താ, കുട്ടി വലുതായി വലിയ കുട്ടിയായി വളർന്ന് നല്ല കുട്ടിയായി വരണം എന്നാ. അന്ത തുരീതു, നീ ഓലെ ചുമക്കുന്നുണ്ട് ശരിയാണ്, പക്ഷെ എൻ്റെ മനസ്സിലെന്താ, തുരീതു മൗത്തഹുമ, ഉമ്മയല്ലേ ഇപ്പോൾ മരിച്ചു പോകും, കുറച്ചേരം ചുമന്നാൽ മതി എന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഈ ചുമക്കേണ്ട അതിലുണ്ട്, ഇപ്പോൾ അടുത്ത് മരിച്ചു പോകും, അപ്പം എനിക്ക് കുറച്ച് ചെയ്താൽ എൻ്റെ മനസ്സിലുണ്ട്. ഇതിപ്പോൾ ഏറെ കാലമൊന്നും ചുമക്കേണ്ടി വരില്ല, കുറച്ചാലും മതി. ഉമ്മ ചുമക്കുമ്പോൾ അങ്ങനെയല്ല, ഈ കാലാകാലം ജീവിക്കണം എന്ന് ചോദിച്ചാൽ ഈ ചുമക്കുമ്പോൾ ഉമ്മ ഇപ്പം മരിച്ചു പോകുന്ന എനിക്കറിയാം, അതുകൊണ്ടാണ് ഈ ചുമക്കേണ്ടത്, വെറുതെ ഒന്നുമല്ല. അവിടെ അത് തുല്യാവൂല മോനെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ഒരിക്കലും ഒരു പകരം വീട്ടാൻ നമുക്ക് കഴിയില്ല. അവർ ചെയ്തതിൻ്റെ തുല്യം തിരിച്ചു കൊടുക്കാൻ പറ്റൂല. ഭാര്യമാരും നമ്മൾക്ക് വേണ്ടി ഒരുപാട് ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ പരസ്പരം അറിഞ്ഞും പരസ്പരം മനസ്സിലാക്കി നല്ലൊരു കുടുംബം. ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ട് വിവാഹം കഴിച്ചിട്ട് 1-2 കുട്ടിയായി ഭർത്താവിൻ്റെ ദുസ്വഭാവം കൊണ്ട് പഠിച്ചോനെ ഇനി എന്താ ചെയ്യാന്ന് വിചാരിച്ച ഇടങ്ങാറാണ് ആൾക്കാർ. പിരിഞ്ഞ് പോകാനും വയ്യ, എന്നാൽ ഒരു സുഖവും വീട്ടിലുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ദുരിതക്കയത്തിലൊരു പെണ്ണ് ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗൗരിയാഴ്ചകൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ നോൻപോറ്റൊന്നും കാര്യമില്ല, കഫാബിൽ ഇസ്മൻ, ഒരാണ് പടച്ചോൻ്റെ കോടതിയിൽ കുറ്റം ഏറ്റെടുക്കാൻ ഒറ്റ സംഗതി മതി, യുലയ്യമയ്യക്കൂത്ത്, തൻ്റെ ചെലവിൽ ജീവിക്കുന്നവരിടങ്ങാറാക്കുക. അവനാൻ്റെ ചെലവിൽ ജീവിക്കുന്നവരിടങ്ങാറാക്കിയാൽ ദുന്യാവിൽ ആ മനുഷ്യൻ എന്ത് പുണ്യം ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾ എത്ര വലിയ പുണ്യം ചെയ്തിട്ടും കാര്യമില്ല. പെണ്ണുങ്ങളോട് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, മാ അദ്ദത്ത് ഹക്ക റബ്ബിഹ, പടച്ചവനോടുള്ള കടമ നിങ്ങൾക്ക് വീട്ടാൻ കഴിയൂല. ഹത്താ തുഅദ്ദി ഹക്ക സൗജിഹ, ഭർത്താവിനോടുള്ള കടമ വീട്ടാതെ. അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് രണ്ടുണ്ട്. അത് ശരിക്കും മനസ്സിലാക്കിയെങ്കിലേ ദീനിയായി ജീവിക്കാൻ പറ്റൂ. നോമ്പോറ്റുകൊണ്ട് മാത്രം സ്വർഗം കിട്ടൂല. നോമ്പോറ്റുകൊണ്ട് മാത്രം സ്വർഗം കിട്ടൂല. ആ നോമ്പിൻ്റെ കൂടെ ഈ ബോധമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗം കിട്ടൂ. അതാണ് സ്വീകരിക്കപ്പെടുന്ന നോമ്പാകണം. അതുപോലെ വ്യക്തിബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കണം. തെറ്റും കുറ്റമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. ബന്ധങ്ങൾ ഉറപ്പിക്കണം. പോരും ഉമ്മാനോടും ഉണ്ടാതെ വാപ്പാനോടും ഉണ്ടാതെ നിങ്ങൾ 100 നോമ്പോറ്റൊരു കാര്യമില്ല. അള്ളാഹു നമ്മുടെ മനസ്സിനെ നന്നാക്കി തരുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്കൊക്കെ കവറൊക്കെ തന്നിട്ടുണ്ടാകും. നാളെ ഇവിടെ അവസാനത്തെ ദിവസമാണ്. നാളെ ദുആ ഉണ്ടാവും.
നമ്മുടെ ഈ മദ്രസയുടെ ആവശ്യത്തിന് ഞാൻ പിരിവൊന്നും എടുക്കുന്നില്ല, ഇന്നലെ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അല്ലാഹ് തന്നിട്ടുള്ള നിഅമത്തിൽ നിന്ന് സാധ്യമാകുന്ന സഹായം ഇതിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും സഹോദരന്മാരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈർ നൽകുമാറാവട്ടെ. പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സ്വർണ്ണ കമ്മൽ, പ്രത്യേകം ദുആ ചെയ്യാൻ സ്വർണ്ണ വള, 25 സ്ക്വയർ ഫീറ്റ് ഒരു സഹോദരൻ, 5 സ്ക്വയർ ഫീറ്റ് മറ്റൊരു സഹോദരൻ, മദ്രസയ്ക്ക് വേണ്ടി കിണർ നിർമ്മിക്കാനുള്ള ഫുൾ ചെലവ് ഒരാൾ. അൽഹംദുലില്ലാഹ് ഈ സ്വർണവും ഈ സ്ക്വയർ ഫീറ്റും അതുപോലെ കിണറിൻ്റെ ചെലവുമൊക്കെ വഹിച്ച ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് ഉപകരിക്കുന്ന ഒരു അമലാക്കി ഇത് മാറ്റി കൊടുക്കുമാറാവട്ടെ. ആ സ്വതക്കയുടെ തണലിൽ അവരെ പടച്ചറബ് നാളെ ഒരുമിച്ച് കൂട്ടി കൊടുക്കുമാറാവട്ടെ. എല്ലാവരും ഒരു ഫാത്തിഹ ഓതുക. മരിച്ച ആളുകൾക്ക് ബന്ധപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ട് ഫാത്തിഹ ദ്വാരക ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് മിൻ ശർരി മാ ഖലഖ മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم وما صليناه هذه هدية واصلة ورحمة نازلة وبركة شاملة إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى أرواح آبائه وإخوانه من الأنبياء والمرسلين وإلى أرواح أصحابه البدريين واللغديين والخندقيين الهنينيين والتبوكيين وسائر الصحابة والقرابة كلهم أجمعين. اللهم انفعنا بهم في الدارين يا رب العالمين. وإلى أرواح سائر الأولياء والعلماء والشهداء والصالحين. اللهم أمدنا بمددهم وانصرنا بنصرهم واحفظنا بحفظهم واحمنا بحمايتهم يا رب العالمين. اللهم إنا نسألك بحقهم وبجاههم أن تبارك لنا في جميع أمورنا سيما في اجتماعنا هذا بركة تامة دائمة كما باركت على عبادك الصالحين. اللهم أوصل ثواب قراءتنا إلى حضرة من ماتوا منا يا رب العالمين. اللهم اجعل قبورنا وقبورهم الله أكبر الله أكبر. الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. لا إله إلا الله اللهم رب العالمين والصلاة والسلام على رسول الله يوم القيامة إنك لا تخلف الميعاد. اللهم أوصل ثواب قراءتنا إلى حضرة من ماتوا من آبائنا وأمهاتنا وأزواجنا وذرياتنا وسائر أقاربنا الموتى يا رب العالمين. اللهم نور قبرهم بنور القرآن. اللهم شرف قبرهم بشرف القرآن. اللهم وسع قبرهم مد البصر ببركة القرآن. اللهم آت كتابهم بأيمانهم وحاسبهم حسابا يسيرا. اللهم أظلنا وأظلهم تحت ظل عرشك يوم لا ظل إلا ظلك. واسقنا واسقهم من كأس حبيبك محمد صلى الله عليه وسلم شربة هنيئة مريئة لا نظمأ بعدها أبدا. അർഹമർറാഹിമായ രാജസയ്യിദായ തമ്പുരാനെ, നിന്റെ പരിശുദ്ധ ദീനിൻ്റെ മജ്‌ലിസിൽ ഞങ്ങളെ ഇരുന്നതിനെ നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ സദസ്സിൽ വന്ന ഓരോ സഹോദരിക്കും സഹോദരനും കാലടിപ്പാടുകൾ കണ്ട് ഹസനാത്ത് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ദോഷങ്ങളെ നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദോഷങ്ങളെ പൊറുക്കണേ തമ്പുരാനെ. അർഹമർറാഹിമായ റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുക്കൾ പലരും ഖബറിലാണ്. അവരുടെ ഖബറുകളെ നീ വിശാലമാക്ക് അല്ലാഹ്. ധാരാളം ആളുകൾക്ക് നരകമോചനം നൽകുന്ന ഈ സന്ദർഭത്തിൽ അവരുടെ ഖബറുകളിലേക്ക് നീ സന്തോഷം നിറച്ചു കൊടുക്കണേ തമ്പുരാനെ. അദാബാക്കല്ല അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളും ആ ഖബറിലേക്ക് വരുമ്പോൾ ഖബർ നീ പ്രകാശിപ്പിച്ചു തരണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ നീ ഖബറിൽ അദാബാക്കല്ല അല്ലാഹ്. അതിന് ഉപോത്ബലകമായി ഞങ്ങളെ നോമ്പും നിസ്കാരവും അമലുകളും നീ സ്വീകരിക്കണേ തമ്പുരാനെ. അറിവിൻ്റെ കുറവ് കൊണ്ട് വന്നു പോകുന്ന അപാകതകൾ പുറത്തു തരണേ റബ്ബേ. പടച്ചവനെ, ഈ സദസ്സിലുള്ളവരിലും അതുപോലെ തന്നെ ഞങ്ങളെ വീട്ടിലുള്ളവരിലും ബന്ധുക്കളിലുമൊക്കെ ഒരുപാട് രോഗികളുണ്ട്. രോഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പടച്ചവനെ, നീ തന്ന രോഗത്തെ നീ തന്നെ തിരിച്ചെടുക്കണേ അല്ലാഹ്. ഒരുപാട് ചികിത്സിച്ച് ഫലം കിട്ടാതെ വെറുതെ ഞങ്ങൾ പണം ചെലവഴിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഒരിക്കലും മാറാത്ത കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, ശരീരത്തിലെ മറ്റു രോഗങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ ഒരുപാട് അസുഖങ്ങളുള്ള പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ, അത്തരം രോഗങ്ങളൊക്കെ നീ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് ശിഫയാകുമല്ലോ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് ശിഫാ തരണേ റബ്ബേ. ക്യാൻസർ പോലെ, കിഡ്നി രോഗം പോലെ, ഹൃദ്രോഗം പോലെ സമ്പത്തും ശരീരവും നശിപ്പിക്കുന്ന രോഗം നൽകല്ലേ തമ്പുരാനെ. പടച്ചവനെ, അത്തരം രോഗത്തിന് അടിമയാക്കല്ലേ അല്ലാഹ്. വയസ്സുകാലത്ത് രോഗം പിടിപെട്ട് ഒരുപാട് രോഗിയായിക്കണമെന്ന് പരിപാലിക്കുന്ന ബന്ധുക്കൾക്ക് അറപ്പായി വെറുപ്പായി ഇതൊന്നും മരിച്ചു കിട്ടണമെന്ന് അവർ കരുതും വിധം മറ്റൊരാൾക്ക് ഭാരമാക്കി ഞങ്ങളെ കിടത്തി നരകിപ്പിക്കല്ലേ തമ്പുരാനെ. ചെറുപ്പത്തിൽ അപകടം പറ്റിയോ പ്രായമേറെയായോ അങ്ങനെ ഒരു കടത്തം ഞങ്ങളിലുണ്ടെങ്കിൽ നിൻ്റെ മഹദ് ഫദ്ൽ കൊണ്ടത് ദൂരെയാക്കി ഖൈറ് തരണേ റബ്ബേ. പടച്ചവനെ, അപകടത്തെ തൊട്ടും അപകട മരണത്തെ തൊട്ടും ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളെ കുടുംബജീവിതം ഖൈറാക്കണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ തമ്പുരാനെ. ഞങ്ങൾ ആൺമക്കൾക്കും പെൺമക്കൾക്കും നല്ല ഇണകളെ നീ ചേർത്തി തരണേ തമ്പുരാനെ. മക്കൾക്ക് നാഫിയായ ഇൽമ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് പരിപാലിക്കേണ്ട ഗതി ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാനെ. ഞങ്ങളുടെ മയ്യത്ത് പരിപാലിക്കാനും ഞങ്ങൾക്ക് നിസ്കരിക്കാനും ഞങ്ങളുടെ മക്കൾക്ക് നീ ഇൽമും തഖ്വയും കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, ഖബറിൽ ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് ഉപകരിക്കുന്നതാക്കി തരണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലും ഞങ്ങൾ ഈ ചെയ്യുന്നതിൻ്റെ സവാബ് എത്തിച്ചുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഹലാലിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുകയും ഹറാമിനെ തൊട്ട് ഞങ്ങളെ അകറ്റുകയും വേണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് ഹലാൽ ഭക്ഷിക്കാൻ ആവശ്യമായ കച്ചവടം, കൃഷി, ജോലി എന്നിവയൊക്കെ ബർക്കത്തോടെ നിലനിർത്തി തരണേ തമ്പുരാനെ. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവർക്ക് നീ ഖൈറ് നൽകണേ റബ്ബേ. ജീവിക്കാൻ വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടി യാചിപ്പിക്കല്ലേ തമ്പുരാനെ. അത്തരമൊരു വഷളത്തരം ഞങ്ങൾക്ക് ജീവിതകാലത്ത് നൽകല്ലേ അല്ലാഹ്. ഇസ്സത്തോടെ ജീവിച്ച് കാമിലായി ഈമാനോടെ മരിപ്പിക്കണേ തമ്പുരാനെ. മക്കളെ കെട്ടിക്കുവാനും വീട് വെക്കുവാനും ഒക്കെ കടം വാങ്ങി പറഞ്ഞ പലരും ദുആ ചെയ്യാൻ പറഞ്ഞവരിലുണ്ട്. മയ്യത്ത് കട്ടിൽ പള്ളിയിൽ വെച്ച് കടം വിളിച്ച് പറയുന്ന കടക്കാരനാക്കി മരിപ്പിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഈ നല്ല സന്ദർഭത്തിലേക്ക് ഒരുപാട് സ്ക്വയർ ഫീറ്റുകൾ സംഭാവന ചെയ്തവർ, സ്വർണം സംഭാവന ചെയ്തവർ, കിണർ തന്നെ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞവർക്ക് മജ്‌ലിസിലുണ്ട്. റബ്ബേ, ആ സംഭാവനയുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഖൈറ് കൊടുക്കണേ തമ്പുരാനെ.
അവരുടെ നല്ല ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. ഓപ്പറേഷൻ വിധേയനാകുന്ന ഒരു സഹോദരനെ കുറിച്ച് ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. പടച്ചവനെ, ആ സഹോദരൻ്റെ ഓപ്പറേഷൻ നീ എളുപ്പമാക്കി സുഖം നൽകണേ തമ്പുരാനെ. അത്തരം അവസ്ഥയെ തൊട്ട് ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഈ പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് ഗുണകരമായ റമദാനാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഹജ്ജും ഉംറയുമൊക്കെ ആഗ്രഹിക്കുന്ന പലരും ഈ മജ്‌ലിസിലുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഅബ കാണാതെ മരിപ്പിക്കല്ലേ തമ്പുരാനെ. പടച്ചവനെ, റൗളയൊന്ന് കണ്ട് സലാം പറയാതെ റൂഹ് പിടിക്കല്ലേ അല്ലാ. പുണ്യഭൂമിയിലൊന്ന് പോകാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. പടച്ചവനെ, എത്ര സാമ്പത്തിക ശേഷിയില്ലെങ്കിലും നീ അതിന് കഴിവുള്ളവനാണ്. ഞങ്ങൾക്ക് ആ പുണ്യഭൂമിയിൽ എത്താനുള്ള ഭാഗ്യം നീ നൽകണേ തമ്പുരാനെ. ഇത് സംഘടിപ്പിച്ച സംഘാടകർക്ക് നീ ഖൈർ നൽകണേ റബ്ബേ. ഒരുമിച്ച് കൂടിയവർക്ക് ഇത് പരലോകത്ത് ഉപകരിക്കുന്ന ഒരു ഇരുത്തമാക്കി തരണേ തമ്പുരാനെ. സർവോപരി ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ളത് കാമിലായ ഈമാനാണ്. മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാൻ നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിനാ ഇൻദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأزواجنا وذرياتنا من الديون والمظالم والنار. اللهم اجعلنا ممن رضي عنهم شهر رمضان ولا تجعلنا ممن خاصمهم شهر رمضان. ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا ارحم آباءنا وأمهاتنا كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. بفضل الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على جميع الأنبياء والمرسلين رب العالمين. ഇൻഷാല്ലാ നാളെ ഖലീൽ ഹുദവിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നേരത്തെ തന്നെ വന്നാൽ 12:30 വരെ എല്ലാവർക്കും നല്ല ഉത്ബോധനം കേൾക്കാൻ സമയമുണ്ടാകും. അള്ളാഹു നാളെയും ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുഖാൻ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ